കഥ തുടരുന്നു. ഇന്ത്യൻ റോപ്പ് ട്രിക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? വിശ്വപ്രകാശ് ചോദിച്ചു. പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന മാജിക്കുകാർ കയറുകൊണ്ട് കാണിച്ചിരുന്ന ഒരു വിദ്യയാണ്. മറ്റു നാടുകളിലുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും അതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കേട്ടിട്ടുണ്ട്, ഞാൻ നിരുന്മേഷത്തോടെ പറഞ്ഞു. കഥകൾ കേൾക്കാനുള്ള കൗതുകം തീരെയുണ്ടായിരുന്നില്ല. അയാളെ മുഷിപ്പിക്കാതിരിക്കാൻ കാതു കൊടുക്കുന്നേയുള്ളൂ. പക്ഷേ ഔചിത്യമില്ലാത്ത അതിഥിയായിരുന്നു അയാൾ. ആ സമയത്ത് കിടപ്പറയിൽ പറന്നു കയറുന്ന വണ്ട് പോലെ. കുപ്പിയിൽ നിന്ന് വീണ്ടും ഗ്ലാസുകളിൽ മദ്യം പകർന്ന് അയാൾ ഒരു ഗ്ലാസ് എനിക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു. എത്ര കുടിച്ചിട്ടും അയാളുടെ നാവ് കുഴയുകയോ ഉടൽ ഉലയുകയോ ചെയ്യുന്നില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ പാതിബോധത്തിൽ മുറുകെ പിടിച്ചതാണ് എൻ്റെ നിൽപ്പ്. മദ്യപിച്ചുകൊണ്ട് കഥ കേൾക്കുന്നത് രസമാണ്. വിശ്വപ്രകാശ് ചിരിച്ചു. റോപ്പ് ട്രിക്കിനെ പറ്റി എന്താ താങ്കൾ കേട്ടിട്ടുള്ളത്? തെരുവാരത്ത് ആൾക്കൂട്ടത്തിന് നടുവിൽ മാന്ത്രികൻ മുകളിലേക്കെറിഞ്ഞ കയർ വടി പോലെ നിൽക്കുന്ന ചിത്രം ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. കയറിൽ പിടിച്ചു കയറി ഒരു ചെക്കൻ ഉയരത്തിൽ മറയും. പിന്നാലെ മാന്ത്രികനും കയറും. കുറെ കഴിയുമ്പോൾ മുകളിൽ നിന്ന് ചെക്കൻ്റെ കൈയും കാലും ഉടലുമെല്ലാം പല കഷ്ണങ്ങളായി താഴെ വീഴും. മാജിക്കുകാരൻ അതെല്ലാം കൂട്ടിവെച്ച് പുതപ്പിച്ച ശേഷം മന്ത്രം ചൊല്ലി അവനെ ജീവിപ്പിക്കും. എവിടെയോ വായിക്കുകയും കേൾക്കുകയും ചെയ്ത ഓർമ്മയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാര്യമറിയാം. പക്ഷേ ഇത് കെട്ടുകഥയാണെന്ന് ചിലർ പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ പറയുന്നു ഇത് പകൽ പോലെ സത്യമാണെന്ന്. ഇതേപ്പറ്റി അപ്പൂപ്പന് അച്ഛനുമൊക്കെ പറഞ്ഞ് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാവുന്നത്ര വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അയാൾ ചുണ്ടു തുറച്ച് അരികിലേക്ക് നീങ്ങിയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതേപ്പറ്റിയൊക്കെ തീർത്തു പറയാൻ ഞാൻ ആരാണെന്ന്, അല്ലേ? ഞാനല്ല, വിവരമുള്ളവർ പണ്ടേ പറഞ്ഞു വെച്ചത് ഓർമ്മിപ്പിക്കുന്നതേയുള്ളൂ. ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യ മുഴുവൻ പലതവണ ചുറ്റിയടിച്ച സാക്ഷാൽ ശങ്കരാചാര്യരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം 2 സന്ദർഭങ്ങളിൽ ഈ മാജിക്കിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ബ്രഹ്മസൂത്രത്തിൻ്റെ വിശദീകരണത്തിൽ വേദാന്ത ചർച്ചകൾക്കിടയിൽ യഥാർത്ഥ ആൾ ഭൂമിയിൽ മറിഞ്ഞു കിടക്കുകയാണെന്നും കയറിൽ കയറിപ്പോകുന്നതായി തോന്നിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ഗൗഡപാദർ മാണ്ഡുക്യോപനിഷത്ത് നൽകുന്ന വിശദീകരണത്തെപ്പറ്റി പറയുമ്പോഴും കയറിൽ കയറിപ്പോകുന്ന ആളിനെയല്ല ഭൂമിയിൽ പിന്നീട് കാണുന്നതെന്നും അത് മറ്റൊരാളെന്നതാണ് ഈ മായാജാലത്തിൻ്റെ രഹസ്യമെന്നും പറയുന്നുണ്ട്. എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ കൊണ്ടാണല്ലോ ആരും ഉദാഹരണങ്ങൾ നിരത്താറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അക്കാലത്ത് തെരുവുതോറും ഈ മായാജാലം നടത്താറുണ്ടായിരുന്നു എന്ന് ഉറപ്പ്. ശങ്കരാചാര്യർ അത് കേട്ടിട്ടുമുണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരി ഇബിൻ ബത്തുത്തയും മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറും ഈ വിദ്യ കണ്ടതായി രേഖയുണ്ട്. വേറൊരു സഞ്ചാരി മാർക്കോ പോളോയുടെ പുസ്തകത്തിൻ്റെ അടിക്കുറിപ്പിലും റോപ്പ് ട്രിക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ചങ്ങാതി? വിശ്വപ്രകാശ് എന്നെ തൊട്ട് വിളിച്ചു. സത്യം പറഞ്ഞാലുണ്ട്. എനിക്ക് തോന്നി, നോക്കൂ, മായാജാലക്കാരനായ ഞാൻ അതിനെക്കുറിച്ചല്ലാതെ വേറെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? പക്ഷേ ഞാനിത് പറയുന്നത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. റോപ്പ് ട്രിക്കുമായി എനിക്കെന്ത് ബന്ധമെന്ന് ഞാൻ കണ്ണുമിഴിച്ചു. അതെ സുഹൃത്തെ, മായയും മായാജാലവും ജീവിതവും എല്ലാം ഒരുപോലെയാണ്. കയറിൽ കയറിപ്പോകുന്നയാളെയാണ് വെട്ടിമുറിച്ചിട്ടതെന്ന് റോപ്പ് ട്രിക്കിൽ കാണികളെ കൊണ്ട് തോന്നിപ്പിക്കുന്നില്ലേ? സത്യമാണെന്ന് വിചാരിച്ചാണല്ലോ കാണികൾ അത് കണ്ടു നടുങ്ങുന്നതും പിന്നെ വിസ്മയിക്കുന്നതും. ജീവിതവും അതുപോലെ തന്നെ. നാം കാണുന്ന സ്വപ്നമാണോ വേറെ ആരെങ്കിലും കാണുന്ന സ്വപ്നത്തിലെ കഥാപാത്രമാണോ നമ്മൾ എന്നതിനൊക്കെ എന്താ നിശ്ചയം? പുരാണത്തിൽ ഇതേപ്പറ്റി ചില കഥകളുണ്ട്. താലധ്വജൻ്റെ കഥ തന്നെ ഉദാഹരണം. കേട്ടിട്ടില്ലെങ്കിൽ പറയാം. എത്ര കരുതിയിട്ടും ഞാനൊരു കോട്ടുവായിൽ കുരുങ്ങി. ശ്രദ്ധയോടെ കേൾക്കൂ, ഞാനിത് പറയുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അയാൾ കൈകൾ കൂട്ടിത്തിരുമ്മി. തിരശ്ശീല ഇരുവശങ്ങളിലേക്ക് നീക്കുന്നത് പോലെ ഒരാംഗ്യം കാട്ടി. കാലങ്ങൾക്കുമപ്പുറം വെയിൽ വെള്ളിച്ചിലങ്കി അണിച്ച കന്യാകുബ്ജത്തിലെ സരസിൽ കഥയുടെ ഓളങ്ങൾ ഇളകുന്നത് ഞാൻ കണ്ടു. കഥയുടെ കയറിലേക്ക് പിടിച്ചു കയറിയ വിശ്വപ്രകാശിൻ്റെ ശബ്ദം വിദൂരതയിൽ നിന്നെന്ന പോലെ കേട്ടു. പൂഴിമണ്ണിൽ വിരിച്ച മാൻതോലിൽ നാരദ മഹർഷി മഹതി വീണ വച്ചു. മുടി പിന്നിലേക്ക് തട്ടിയൊതുക്കി പുഴയിലിറങ്ങി. കാലും മുഖവും കഴുകി. ദർഭയെടുത്ത് ഒരു നിമിഷം കണ്ണടച്ച് ആചമനം ചെയ്തു. പതിയെ നീരിൽ മുങ്ങി. ആ നിമിഷം നദി ഒരു മായാജാലം കാട്ടി. മുങ്ങിയുയർന്ന നാരദനെ സ്ത്രീയാക്കി മാറ്റി. പൂർവ്വജന്മം മറന്ന അവൾ കുളിച്ചു കയറിയെത്തിയത് നായാട്ടിനിറങ്ങിയ കന്യാകുബ്ജത്തിൻ്റെ താലധ്വജൻ എന്ന രാജാവിന് മുന്നിൽ. ജലകന്യകയെപ്പോലെ നിന്ന അവളുടെ ഉടൽ വടിവിൽ രാജാവിൻ്റെ കാഴ്ച തെന്നി. അദ്ദേഹം അവളെ സൗഭാഗ്യസുന്ദരി എന്ന് വിളിച്ച് വധുവായി സ്വീകരിച്ചു. അധികാരവും ആഘോഷവും നിറഞ്ഞ കാലങ്ങൾ ശബ്ദഘോഷത്തോടെ കടന്നുപോയി. മക്കൾ വളർന്ന് തനിക്കൊപ്പമായെന്ന് താലധ്വജൻ അറിഞ്ഞു. അപ്പോഴാണ് ശത്രുരാജ്യം കന്യാകുബ്ജത്തെ വളയുന്നത്. പൊരുത്തിത്താറ്റ താലധ്വജൻ ഓടി രക്ഷപ്പെട്ടു. മക്കളെല്ലാം അടർക്കളത്തിൽ പൊരിഞ്ഞു. പുഴയിൽ ചാടി ജീവനെടുക്കാൻ ശ്രമിച്ച സൗഭാഗ്യസുന്ദരിയെ വൃദ്ധവേഷത്തിലെത്തിയ മഹാവിഷ്ണു തടഞ്ഞു. ജീവിതത്തിൻ്റെ അലംഘനീയമായ ഗതിവിഗതികളെപ്പറ്റി ഉപദേശിച്ച ശേഷം പുഴയിൽ മുങ്ങിക്കുളിച്ചു വരാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. നീരൊഴുക്ക് വകഞ്ഞുമാറ്റി പുഴയിൽ മുങ്ങിയ സൗഭാഗ്യവതിയിൽ കാലം വീണ്ടും ഒരു മായാജാല കവിത എഴുതി.
പഴയ രൂപം വീണ്ടും കിട്ടിയ നാരദൻ കഴിഞ്ഞുപോയ ജീവിതം സത്യമോ മിഥ്യയോ എന്നറിയാതെ പകച്ചു. കാലത്തിൻ്റെ മായയ്ക്ക് മുന്നിൽ കൈകൂപ്പി. കഥ പറഞ്ഞ് അവസാനിപ്പിച്ച വിശ്വപ്രകാശ് ചിരിച്ചു. കണ്ടോ, കാലത്തിൻ്റെ കളി കണ്ടോ? കാലത്തെ പോലൊരു മായാജാലം വേറെ എന്തുണ്ട്? നമുക്ക് അതിനെ കാണാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. പക്ഷേ അത് നമ്മെ തൊടും. നമ്മുടെ ത്വക്കിലും ഉടലിലും അടയാളം പതിക്കും, ആയുസ് കവരും. ഞാൻ ദീർഘനിശ്വാസം ഉതിർത്തു. ജീവിതം എത്ര വലിയ വാക്ക്, എത്ര വലിയ സംഭവം. എല്ലാം കണ്ടു, അനുഭവിച്ചു എന്നൊക്കെ നിശ്വാസം ഉതിർക്കുന്ന 100 ആണ്ട് നീണ്ട ജീവിതത്തിനൊടുവിലും മനുഷ്യനെ പിച്ചു നിറക്കാൻ പഠിക്കുന്ന കുഞ്ഞാക്കി മാറ്റി കാലം കൈകൊട്ടിച്ചിരിക്കും. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി പൂജ്യത്തിൽ അവസാനിക്കുന്ന ജീവിതം. മാജിക്കിൻ്റെ തന്ത്രം മാത്രമല്ല, മജീഷ്യനെ പോലും ഇവിടെ കാണികൾ കാണുന്നില്ല. മുഴുനീള സിനിമ കണ്ട ശേഷം കൈയടിച്ചോ കണ്ണു തുറച്ചോ കൊട്ടകയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഉടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദേഹിക്ക് താൻ കണ്ട കാഴ്ചകളെപ്പറ്റി ഓർമ്മയുണ്ടാവുമോ? ആർക്കറിയാം. മരണക്കിടക്കയിലെ അമ്മയുടെ മുഖം ഞാൻ ഓർത്തു. മായയെപ്പറ്റി ആലോചിച്ചപ്പോൾ രസം പിടിക്കുന്നില്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. കഥയിൽ ഞാൻ കൗതുകം കൊള്ളുന്നറിഞ്ഞ് വിശ്വപ്രകാശ് സന്തുഷ്ടനായി. അയാൾ വീണ്ടും വാചാലനായി. മായാലീലയെപ്പറ്റി മനസ്സിലാക്കാൻ പുരാണം മായയെ സ്ത്രീയായി ഉപമിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരിൽ ഒരാളാണ് മായ. പ്രപഞ്ചമെല്ലാം മിഥ്യയാണെന്നും അത് സത്യമാണെന്നും തോന്നിക്കുന്നത് മായാദേവിയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് പുരാണം പറയുന്നു. അഗ്നിപുരാണത്തിൽ കുറെ കൂടി ലളിതമായി മനസ്സിലാക്കാൻ മായയുടെ ഉൽപ്പത്തിയെ പറ്റി കൂടി പറയുന്നു. അദർഭത്തിന് ഭാര്യയായ ഹിംസയിൽ അനിർദ്ധം നിർകൃതി എന്നീ 2 സന്താനങ്ങൾ ജനിച്ചു. അവരുടെ മക്കളാണ് ഭയം, നരകം, മായ, വേദന എന്നിവർ. മായയുടെ സന്താനമാണ് മൃത്യു. വേദനയുടെ സന്താനം ദുഃഖവും. മൃത്യുവിനുമുണ്ട് 5 മക്കൾ: വ്യാധി, ജര, ശോകം, തൃഷ്ണ, ക്രോധം. വിശ്വപ്രകാശ് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. അരങ്ങിൽ നിന്ന് സദസ്സിനെ നോക്കുന്ന പോലെ തെല്ലുനേരം പുറത്തേക്ക് നോക്കി നിന്നു. കാറ്റ് അയാളുടെ നീളൻ മുടിയിഴകളെ പറപ്പിച്ചു. വെയിൽ ജുബയിൽ സ്വർണ്ണത്തിളക്കം വിതറി. ആരാണ് ഈ മനുഷ്യൻ? ഇയാൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ കസേര വലിച്ചിരിക്കുന്നത്? മാന്ത്രികവടി വീശി എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ആലോചിച്ചു കുഴങ്ങി. കാലത്തിൻ്റെ മായാജാലത്തെപ്പറ്റി ഒരു പുരാണ കഥ കൂടി പറയട്ടെ സുഹൃത്തെ. ഇത് കുറച്ചുകൂടി സംഭവാകുലമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മായാദേവിയെ കാണാൻ ആഗ്രഹിച്ച ഒരാളെ മായ കൊണ്ട് വലച്ച കഥയാണിത്. ഗാദി എന്നൊരു പാവം ബ്രാഹ്മണൻ അതിനായി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. മായാദേവിയെ കാണാനും അനുഭവിക്കാനും വഴിയൊരുങ്ങട്ടെ എന്ന് വിഷ്ണു അനുഗ്രഹിച്ചു. പിന്നെന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് കോസൽ രാജ്യത്തേക്ക് പോകാം. എന്താ? എങ്ങോട്ട്? ചോദിച്ചു തീരും മുമ്പേ വിശ്വപ്രകാശ് കൈഞ്ഞൊടിച്ച് ഹോട്ടൽ മുറിയിലെ ഒരു പുഴയുടെ തീരമാക്കി. കോസല രാജ്യത്തെ കാറ്റിൽ ഞാൻ രാമച്ചം മണത്തു. ദൂരെ പുഴയിൽ കുളിക്കാനിറങ്ങുന്ന നീണ്ടും മെലിഞ്ഞ രൂപമാണ് ഗാദി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കഥയിലേക്ക് കാതു നട്ടു. വിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടും മായയുടെ മഹിമ മനസ്സിലാക്കാനാവുന്നില്ലല്ലോ എന്ന സങ്കടമായിരുന്നു ഗാദിക്ക്. തപസ് പാഴായിപ്പോയെന്ന് അയാൾ പരിതപിച്ചു. ഒരു ദിവസം അയാൾ കുളിക്കാനിറങ്ങിയപ്പോൾ പൊടുന്നനെ മായ അയാളെ കുടുക്കിട്ട് പിടിച്ചു. ആ നിമിഷം ധ്യാനവും മന്ത്രവും മറന്നുപോയ ഗാദി താൻ മരിച്ചു കിടക്കുന്നത് മനക്കണ്ണിൽ കണ്ടു തുടങ്ങി. ഭാര്യ അലമുറയിടുന്നു, ബന്ധുക്കൾ വിതമ്പുന്നു, മൃതദേഹം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും തീയിൽ വയ്ക്കുന്നതും അയാൾ കണ്ടു. മായ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഹൂണമണ്ഡപത്തിനരികിൽ ഒരു ചണ്ടാല സ്ത്രീയുടെ മകനായി താൻ പുനർജനിക്കുന്നതും വളരുന്നതും യൗവന ആഘോഷിക്കുന്നതും ഒടുവിൽ വാർദ്ധക്യം പർണശാല കെട്ടി പാർക്കുന്നതും കൂടി ഉൾക്കണ്ണിൽ തിരശ്ശീല കാട്ടിക്കൊടുത്തു. ഭാര്യയും മക്കളും മരിച്ചതോടെ ദുഃഖവും നിരാശയും പിടിമുറുക്കിയ ഗാദി ലക്ഷ്യമില്ലാതെ അലഞ്ഞു. അങ്ങനെ കീരമണ്ഡലം എന്ന രാജ്യത്തെത്തി. രാജാവ് മരിച്ചതിനെ തുടർന്ന് പുതിയ അധികാരിയെ കാത്തിരിക്കുകയായിരുന്നു ആ രാജ്യം. രാജഗജത്തെ അലങ്കരിച്ചു കോട്ടവാതിലിൽ നിർത്തുകയും ആരെ മാല അണിക്കുന്നുവോ അയാളെ രാജാവായി വാഴിക്കുമായിരുന്നു അവിടുത്തെ രീതി. ആന ഗാദിയുടെ ശിരസിൽ മാലയണിച്ചതോടെ വാദ്യവൃന്ദം മുറുകി, ദുന്ദുബികൾ മുഴങ്ങി, നഗരചത്വരം ആഘോഷത്തിൽ മുങ്ങി. ഗാലവൻ എന്ന പുതിയ പേര് സ്വീകരിച്ച് ഗാദി രാജാവായി. അധികാരം അയാളെ മത്തുപിടിപ്പിച്ചു. അന്തപുരത്തിലെ രാജ്ഞിമാരുമായുള്ള സാമീപ്യം യൗവനം മടക്കിക്കൊടുത്തു. അങ്ങനെ 8 വർഷം കഴിഞ്ഞു. ഒരിക്കൽ നഗരവൃത്താന്തങ്ങൾ അറിയാൻ രാജവേഷങ്ങളഴിച്ച് സാധാരണക്കാരനായി ഗാലൻ നിരത്തിലിറങ്ങി. വഴിയോരത്ത് തമ്പടിച്ചിരുന്ന ചണ്ടാല സംഘം പക്ഷേ പഴയ ചങ്ങാതിയെ തിരിച്ചറിഞ്ഞു. ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് അവർ അയാളെ വളഞ്ഞു. ചാരന്മാർ ഈ വിവരം ചൂടാറാതെ കൊട്ടാരത്തിലറിയിച്ചു. ചണ്ടാലിനെയാണ് ഇത്രനാൾ രാജാവായി ആദരിച്ചതെന്നറിഞ്ഞ് മന്ത്രിമാരും റാണിമാരും ലജ്ജിച്ചു. പലരും നാണക്കേടോർത്ത് ആത്മഹത്യക്കൊരുങ്ങി. അപമാനച്യുതിയിൽ മനംനൊന്ത് ഗാലവനും തീയിൽ ചാടാനൊരുങ്ങി. പക്ഷേ തീ ചൂടഴിച്ചപ്പോൾ ബോധം തെളിഞ്ഞു. മായയുടെ കെട്ട് പൊട്ടിയതോടെ അയാൾ വീണ്ടും ഗാദിയായി. താൻ ഇപ്പോഴും പുഴയിൽ മുങ്ങി നിവർന്നിട്ടില്ലെന്ന് അയാൾ അറിഞ്ഞു. കുളിച്ച് മായക്കാഴ്ചകളുടെ ഓർമ്മകൾ കുടഞ്ഞുകളഞ്ഞ് ഗാദി ആശ്രമത്തിലേക്ക് മടങ്ങി. അന്ന് ഒരതിഥി ആശ്രമത്തിലെത്തി. ദീർഘയാത്രയുടെ ഖേദം അയാളെ തളർത്തിയിരുന്നു. എല്ലും തോലുമായ ഉടൽ ദാരിദ്ര്യത്തെ ഒറ്റിക്കൊടുത്തു. കാരണം തിരക്കിയപ്പോൾ താൻ കീരമണ്ഡലം എന്ന രാജ്യത്തെ അന്തേവാസിയാണ് എന്ന് അയാൾ പറഞ്ഞു. ആ വാക്കു കേട്ടതും ഗാദി ഒരു
വിറയുടെ പിടിയിൽ അടിമുടി കുലുങ്ങി. കീരമണ്ഡപത്തിലെ രാജാവ് മരിച്ചതും ചണ്ടാലൻ രാജാവായതും മാനഹാനി മൂലം ആൾക്കാർ തീയിൽ ചാടി മരിച്ചതും അതിഥി വിവരിച്ചു. നീച സംസർഗം ഒഴിവാക്കാൻ പ്രയാഗസ്ഥാനം, ചന്ദ്രായന മഹാവ്രതം, തപം എന്നിവ നടത്തിവരുന്നതിനാലാണ് താൻ ക്ഷീണിച്ചു പോയതെന്നുകൂടി അതിഥി പറഞ്ഞതോടെ തൻ്റെ മനോവിചാരത്തിലെ മായക്കാഴ്ചകൾ യഥാർത്ഥമായിരുന്നോ എന്ന് ഗാദി അമ്പരന്നു. കീരമണ്ഡപം കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഗാദി പറഞ്ഞു. അങ്ങനെ അതിഥി അയാളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ കാഴ്ചയിലും ഗാദി നടുങ്ങി. എല്ലാം താൻ മുൻപ് പുഴക്കടവിൽ കണ്ടനുഭവിച്ചത് തന്നെ. മായയുടെ മഹിമ മനസ്സിലാക്കിയ അയാൾ വിനയാനിതനായി ശേഷിച്ച കാലം തപസ്സുമായി കഴിഞ്ഞു. കഥ അവസാനിപ്പിച്ച് വിശ്വപ്രകാശ് എന്നെ ഉറ്റുനോക്കി. കീരമണ്ഡപത്തിലെ തീച്ചൂടിൽ നിന്ന് ഞാൻ വിടുതി നേടിയിട്ടില്ലെന്ന് കണ്ട് അയാൾ നിശബ്ദനായി. 2008 നവംബർ 8 പ്രത്യേകത അറിയാമോ? വിശ്വപ്രകാശ് ചോദിച്ചു. നവംബർ 7 പിറ്റേന്ന്, ഞാൻ ചിരിയോടെ പറഞ്ഞു. നവംബർ 9 തലേന്നെന്ന് പറയാം. അയാൾ തമാശയോടെ കവിൾ വീർപ്പിച്ചു കാട്ടി. കണ്ടോ, ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയാ ഒരാൾ ഫലിതം പറയാൻ തുടങ്ങിയത്. ഇതാണ് ജീവിതത്തിൻ്റെ മായാജാലം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതിനെ സഞ്ചരിച്ചാലും ഒരിടത്തേക്കാണ് വരുന്നതെങ്കിൽ പിന്നെ കുറുക്കുവഴികൾ എന്തിന്? എന്നുവെച്ചാൽ പതിയെ മനസ്സിലാകും. ഭക്തൻ്റെ പട്ടിണി മാറ്റാൻ പരമശിവനെ നിർബന്ധിച്ച പാർവതിയുടെ കഥ കേട്ടിട്ടില്ലേ? വീണ്ടും കഥ. ഞാൻ പിറുപിറുത്തു. അതെ സുഹൃത്തെ, കഥയില്ലായ്മയാണ് ജീവിതമെന്ന് ചിലർ പറഞ്ഞാലും അത് കഥകളുടെ കറ്റക്കെട്ടാണ്. തല്ലിയാൽ കതിരും പതിരും തിരിച്ചെടുക്കാം. ശിവൻ്റെ കഥ പറയൂ. പറയാം. പാർവതിയോട് ശിവൻ പറഞ്ഞു, വിധിച്ചതേ നടക്കൂ എന്ന്. ദൈവങ്ങൾ വിചാരിച്ചാൽ ഭക്തൻ്റെ വിധി മാറ്റാനാവില്ലേ എന്ന് പാർവതി ചോദിച്ചു. ശിവൻ ചിരിച്ചതേയുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ഭക്തൻ വരുന്ന വഴിയിൽ പാർവതി ഒരു ഭരണി നിറയെ സ്വർണം വെച്ചു. അത് കിട്ടിയാൽ പല തലമുറകൾക്കും സുഖമായി കഴിയാം. പക്ഷേ അന്ന് ഭക്തൻ എന്തു ചെയ്തെന്നോ? എന്നും തൊഴാൻ വരുന്ന വഴിയിലൂടെ ഒരു ദിവസം കണ്ണടച്ചു വന്നാലും ഭഗവാൻ വഴികാട്ടില്ലേ എന്ന് പരീക്ഷിക്കണമെന്നുറപ്പിച്ച് കണ്ണടച്ചു നടന്നു. സ്വർണ്ണഭരണി കവച്ചു കടന്ന് അയാൾ ക്ഷേത്രനടയിൽ പോയി കണ്ണു തുറന്നപ്പോൾ ശിവൻ പാർവതിയോട് പറഞ്ഞു, ഇതാണ് കാര്യം. വിശ്വപ്രകാശ മുറിയിലൂടെ 2 ചാൽ മുടന്തി നടന്ന് എനിക്കരികിൽ വന്നു നിന്നു. വിധിയുടെ തീർപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാന് പോലും കഴിയില്ല. അതാണ് ശ്രീകൃഷ്ണൻ അമ്പേറ്റ് മരിച്ചത്. ശ്രീരാമൻ സരയുവിൽ ജീവൻ ഒടുക്കിയത്. വഴിയറിയാതെ ഉഴലുമ്പോൾ നമുക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ട് തരാനേ ദൈവത്തിന് കഴിയൂ. ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ എന്ന തീരുമാനം നമ്മുടേതാണ്. അതാണ് ജീവിതത്തിൻ്റെ വെല്ലുവിളിയും. ചെന്ന് ചേരുന്നത് ഒരിടത്താണെങ്കിൽ പിന്നെ വഴി ഏതായാലെന്ത്? ഞാൻ മുറുമുറുത്തു. കുന്നും കയറ്റമാണ്, ഹിമാലയവും കയറ്റമാണ്. പക്ഷേ രണ്ടും 2 അനുഭവമല്ലേ? യാത്രയാണ് പ്രധാനം. യാത്ര തന്നെയാണ് ഇവിടെ ലക്ഷ്യവും. അത് താൻ പതിയെ മനസ്സിലാക്കും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനാണ് 2008 നവംബർ 8 പ്രാധാന്യം ചോദിച്ചത്. അന്നാണ് മാന്ത്രികനായ PC സർക്കാർ ജൂനിയർ ആഗ്രയിലെ താജ്മഹൽ മായാജാലത്തിലൂടെ അപ്രത്യക്ഷമാക്കിയത്. ശരിക്കും 2 മിനിറ്റ് നേരത്തേക്ക് ആളുകൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ 300ാം വാർഷികത്തിന് അതും അദ്ദേഹം അപ്രത്യക്ഷമാക്കി. 1992 ബംഗാളിലെ ബർദ്ധമാൻ റെയിൽവേ സ്റ്റേഷനിൽ നിറയെ യാത്രക്കാരുള്ള ഒരു ട്രെയിൻ അപ്പാടെ അപ്രത്യക്ഷമാക്കിയിരുന്നു. അറിയാമായിരിക്കുമല്ലോ, ആധുനിക ഇന്ത്യൻ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC സർക്കാരിൻ്റെ മകനാണ് ഇദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം ഒരു മാന്ത്രികന് പോലും ഇതൊക്കെ സാധ്യമാണെന്നാണ്. അപ്പോൾ ദൈവമെന്ന മഹാമാന്ത്രികനോ? പക്ഷേ താജ്മഹലും ട്രെയിനും മായിക്കുന്ന മാജിക്ക് കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാവില്ലല്ലോ എന്നാര് പറഞ്ഞു? അത് ഞാൻ ആദ്യമേ ഉറപ്പ് തന്നിരുന്നല്ലോ സുഹൃത്തെ. ഇത്ര വേഗം മറന്നുപോയോ? ശരി, ഞാൻ ചോദിക്കട്ടെ, സാലി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിതം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 1000 തവണ. രസകരമായിരുന്നു അത്. ഓർമ്മയുടെ മധുരം എൻ്റെ കണ്ണുകളിൽ തിളങ്ങി. അപ്പോൾ നിങ്ങളുടെ ജീവിതം ശരിക്കും മാറിമറിയുന്നത് സാലിയെ നിങ്ങളിൽ നിന്ന് വേർപ്പെടുത്തിയ ഇട്ടിച്ചാലിൽ അലക്സിൻ്റെ ഇടപെടലോടെ ആണ് അല്ലേ? അതെ. അപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു പോയാലോ? എന്താ? ഞാൻ പറഞ്ഞില്ലേ, മായാജാലത്തിൻ്റെ സാധ്യതകളെപ്പറ്റി. കേശവേന്ദ്രൻ്റെ ജീവിതം അക്ഷരവീടിൻ്റെ മുറ്റത്ത് നിന്ന് വീണ്ടും തുടങ്ങിയാലോ? എങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അതൊക്കെ എങ്ങനെ നടക്കും? എന്നെ തൊട്ടുകൊണ്ട് കണ്ണടച്ചോളൂ. അത്തരമൊരു ജീവിതം ജീവിക്കാൻ ഞാൻ വഴിയുണ്ടാക്കാം. ആ യാത്രയുടെ സുഖവും ഒന്നറിഞ്ഞോളൂ. കാര്യമായാണോ പറയുന്നത്? കണ്ണടയ്ക്ക് സുഹൃത്തെ. വിശ്വപ്രകാശ് ചിരിച്ചുകൊണ്ട് എൻ്റെ ചുമലിൽ കൈവച്ചു. ഞാൻ കണ്ണടച്ചു. പുറത്ത് വെയിൽ മങ്ങി വീണ്ടും തെളിഞ്ഞു. നിരത്തിലൂടെ പുതിയ വസ്ത്രശാലയുടെ ഉദ്ഘാടനം വിളിച്ചറിച്ച് ഒരു ജീപ്പ് അലറി വിളിച്ചു കടന്നുപോയി. അതിന് പിന്നാലെ സൈക്കിളിൽ ഏതാനും കുട്ടികൾ കുതിച്ചു പാഞ്ഞു. ജനാലയ്ക്കരികിൽ അവരെ നോക്കി നിൽക്കുമ്പോഴാണ് വീട്ടുപടിക്കൽ ഒരു ജീപ്പ് വന്നു നിന്നത്. അതിൽ നിന്നോ ചാടിയിറങ്ങിയ 6 അടി ഉയരക്കാരനെ കണ്ടപ്പോൾ വിസ്മയിച്ചു. ഇട്ടിച്ചാലിൽ അലക്സ്. കണ്ടിട്ടില്ലെങ്കിലും ഇത് അയാൾ തന്നെയെന്ന് മനസ്സ് തീർത്തു പറഞ്ഞു. വരട്ടെ, അയാളുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. തങ്കമ്മയാൻ്റി വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പായതിനാൽ ഭാവി അമ്മായിയച്ഛനെ സ്വീകരിക്കാൻ ഞാൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു.
മദ്യത്തിലൂടെ മാത്രമേ അയാളെ കയ്യിലെടുക്കാവൂ എന്നതിനാൽ മുന്തിയ 2 കുപ്പി മദ്യം, സോഡ, വെള്ളം, മിക്സ്ചർ എല്ലാം കരുതി വെച്ചു. വണ്ടിയിൽ നിന്നിറങ്ങിയ അലക്സ് ലോകമപ്പാടെ അളന്നെടുക്കുന്ന മട്ടിൽ ചുറ്റിലും നോക്കി. അഴിഞ്ഞുകിടന്ന കുപ്പായ കൈകൾ മുകളിലേക്ക് വലിച്ചു ചുരുട്ടി വെച്ചു. ഉള്ളിൽ നിന്നൊരു കുപ്പിയെടുത്ത് വണ്ടിയിൽ ചാരി നിന്ന് വായിലേക്ക് കമിഴ്ത്തി. വേറൊരു കുപ്പി ചരിച്ചു മടമടാ വെള്ളം കുടിച്ചു മുഖം കഴുകി. പിന്നെ കീശയിൽ നിന്നൊരു ബീഡി എടുത്തു. ബീഡിപ്പുകയും അയാളുടെ കൈക്കുറത്ത് കടന്നുവന്നത് അക്ഷരവീടിൻ്റെ മുറ്റത്തേക്കായിരുന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്ന ശേഷം ബീഡി വലിച്ചെറിഞ്ഞിട്ട് അയാൾ എൻ്റെ വീടിന് നേരെ തിരിഞ്ഞു. വാതിൽ മണിയിൽ വിരല് അമരും മുമ്പേ ഞാൻ വാതിൽ മലർക്കെ തുറന്നു. വില കുറഞ്ഞ മദ്യത്തിൻ്റെ നാറ്റ ഉള്ളിലേക്ക് തിക്കി കയറി. അയ്യോ, ഇതാര്? കയറി വന്നട്ടെ. ഒരാൾക്ക് സമ്മാനിക്കാവുന്ന ഏറ്റവും മനോഹരമായ ചിരിയോടെ ഞാൻ അയാളുടെ കൈ പിടിച്ചു. ആഹാ, നല്ല സെറ്റപ്പാണല്ലോടാ. നീ ഒറ്റയ്ക്ക് താമസമല്ലയോ? അയാൾ മുറിക്കുള്ളിൽ ചുറ്റി നടന്നു. വെപ്പും കുടിയുമൊക്കെ തന്നെയാണോ അതോ പെണ്ണുങ്ങൾ വല്ലതും വരുമോ? ഒറ്റ കണ്ണടച്ച് അശ്ലീല ചിരിയോടെ അയാൾ എൻ്റെ പള്ളാക്കി കുത്തി. അത് ആസ്വദിച്ച മട്ടിൽ ഞാൻ കുലുങ്ങി ചിരിച്ചു. അപ്പൻ രാവിലെ തിരിച്ചോ? വല്ലതും കഴിച്ചിട്ടാണോ ഇറങ്ങിയേ? ഇവിടെ രാവിലത്തെ കപ്പ പുഴുങ്ങി തിരിപ്പുണ്ട്. കവലെ പോയാൽ നല്ല പോത്തിറച്ചി ഫ്രൈ കിട്ടും. ഒറ്റയോട്ടത്തിന് വാങ്ങിക്കൊണ്ടുവരാം. എന്താ, കുടിക്കാനെടുക്കണ്ടേ? ഇതായാലോ? തികച്ചും നാടികയുമായി ചുമരലമാരിയിൽ നിന്ന് ഞാൻ മദ്യക്കുപ്പി എടുത്തതും അലക്സിൻ്റെ കണ്ണുകൾ വേനൽക്കാലത്തെ ആകാശമായി തിളങ്ങി. പക്ഷേ അടുത്ത നിമിഷം അയാൾ സ്വയം അടക്കി. എന്നെ കുപ്പിയിൽ വീഴ്ത്താനുള്ള പരിപാടിയാണോടാ? നീ കൊള്ളാമല്ലോ. ഞാൻ ആരാന്ന് മനസ്സിലായോ? നമ്മൾ മുൻപും കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇട്ടിച്ചാലിൽ അലക്സിനെ അറിയാത്തവരാരാ? കണ്ടിട്ടില്ലെങ്കിലും ഞാനൊത്തിരി കേട്ടിട്ടുണ്ട്. സാലി എപ്പോഴും പറയും. അവൾ എന്താ എന്നെ പറ്റി പറയുന്നത്? നല്ലത് വല്ലതുമാണോ? അയ്യോ, വലിയ സ്നേഹമാ, അതുപോലെ പേടി. അത് ഇഷ്ടപ്പെട്ട മട്ടിൽ അലക്സ് മീശി തടവി. ഞാൻ പോയി പോത്തിറച്ചി വാങ്ങിക്കൊണ്ടുവരാം. അപ്പന് സിഗരറ്റോ ബീഡിയോ വേണ്ടത്? ഗോൾഡ് ഫ്ലേക്ക് മതിയോ? ഞാൻ കുപ്പിയും ഗ്ലാസും നീക്കി വെച്ച് പുറത്തേക്ക് ഓടി. അലക്സ് കുപ്പി അടുത്തേക്ക് വലിച്ചു വെച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും കാൽഭാഗം തീർന്നിരുന്നു. വാടച്ചക്കരെ, ഇവിടെ ഇരിക്കേ. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേ, ഈ പുളിച്ച വെള്ളത്തൊന്ന് സൽക്കരിച്ചുകൊണ്ടൊന്നുമല്ല കേട്ടോ. നീ ആണുങ്ങളെ പോലെ ഡീൽ ചെയ്തു. വന്നിരിക്കേ, ഒരു പെഗ് എടുക്ക്. അയ്യോ വേണ്ട. എണ്ണമിനിപ്പിൽ തിളങ്ങുന്ന വാഴയിലെ പൊതികൾ തുറന്നു വെച്ച് ഞാൻ വിനയാതനായി. എടുക്കടാ മരുമോനെ. എല്ലാവരും ഞാനിങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. പോത്തിറച്ചി ഒരു പിടി വാരി വായിലേക്ക് തള്ളുന്നതിനിടെ അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അപ്പോൾ പറ, എങ്ങനെ പദ്ധതി? എൻ്റെ കൊച്ചിനെ ഇപ്പോൾ കെട്ടുന്നോ നീ, അതോ പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളോ? ഒരു ജോലി കിട്ടിയിട്ട് മതിയെന്ന മനസ്സിലിരിപ്പ്. പക്ഷേ ഇപ്പോൾ കെട്ടുകയെന്ന് അപ്പം പറഞ്ഞാൽ അങ്ങനെ വേണം ആണുങ്ങൾ. ഉമ്മ. വെണ്ണ പോലെ അലിഞ്ഞു തുടങ്ങിയ ഇട്ടിച്ചാലിൽ അലക്സ് എന്നെ കെട്ടിപ്പിടിച്ചൊരുമ്മ തന്നു. ബീഡിക്കപ്പയുടെയും പോത്തിറച്ചിയുടെയും മദ്യത്തിൻ്റെയും ചുവയുള്ള ഉമ്മ. അയാൾ കാണാതെ ഞാൻ തുടച്ചു കളഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അപ്പം നേര് പറയുമോ? അയാൾ നിറച്ചു തന്ന ഗ്ലാസ്സിൽ നിന്ന് ഒരു കവിൾ മുത്തി ഞാൻ ചോദിച്ചു. ചോദിക്കടാ മരുമോനെ. അപ്പൻ ഇവിടെ വന്ന് ശരിക്കും എന്നെ തല്ലാനായിരുന്നില്ലേ? തല്ലാനോ? കുത്തി കുടലെടുക്കാം എന്ന് പറയും. എനിക്കറിയാം, അപ്പനോട് സ്നേഹമില്ല. ഞാൻ കണ്ണു നിറച്ചു. അയ്യോടാ, അങ്ങനെ പറയലട ചക്കരെ. നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ. മോനെ, ഒന്നുകൂടെ ഒഴിക്കട്ടെ? ഗ്ലാസ്സിങ് വച്ചേ. കുപ്പി തീരുന്നതിന് മുമ്പ് അലക്സ് കട്ടപ്പനയിലെ കഥകൾ കുടഞ്ഞിട്ടു. അയാളുടെ ചോരയിൽ പുളച്ച ലഹരി ഇട്ടിച്ചാൽ കുടുംബത്തിൻ്റെ പൈതൃക പെരുമ തേടി സഞ്ചരിച്ചു. എരിവും പുളിയും നിറഞ്ഞ കഥകളിൽ അപ്പൻ്റെ കൈപ്പിടിച്ച് നടന്ന കാലത്തെ കുസൃതികൾ ചുവടുവെച്ചു. കാടുകയറി നടത്തിയ വേട്ടകളുടെ വെടി പൊട്ടി. കള്ളുഷാപ്പിലെ വിളമ്പുകാരിയുടെ അരക്കെട്ടിൻ്റെ താളം മുറുകി. അപ്പോൾ അലക്സ് പ്ലാസ്റ്റിക് കസേര തലതിരിച്ചിട്ട് അതിൽ താളം പിടിച്ച് പാട്ട് തുടങ്ങി. താഴ്ത്തിക്കൊയ്യടി താഴ്ത്തിക്കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ, നീട്ടിക്കൊയ്യടി നീളത്തിക്കൊയ്യടി നീലത്താമര കണ്ണാളെ. ഇതെന്താ പെണ്ണൊരു പാട്ട് പാടാത്തേ? ഇന്നെന്താ പെണ്ണിനൊരു ഈണമില്ലാത്തേ? പാട്ട് പാതി വഴിക്ക് നിർത്തി അയാൾ വീണ്ടും ഗ്ലാസ് എടുത്തു. പെണ്ണ് അതൊരു വലിയ സംഭവം അടച്ചക്ക. ലോകം മൊത്തം ചരിത്രമെടുത്ത് നോക്കിക്കോ, യുദ്ധമെടുത്ത് നോക്കിക്കോ, എല്ലാത്തിലും കാണും ഒരു പെണ്ണ്. സ്വാതന്ത്ര്യം, വിശപ്പ്, അധികാരം എന്നൊക്കെ പുസ്തകങ്ങളിൽ കാണും. പക്ഷേ കുഴിച്ചു ചെന്നാൽ ജയിലിൽ കിടന്നൊരുത്തന് അവൻ്റെ പെണ്ണിനെ കാണാനുള്ള മോഹമായിരുന്നു ഈ സ്വാതന്ത്ര്യം. വേറൊരുത്തന് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ കിടക്കാനുള്ളതായിരുന്നു വിശപ്പ്. അറിയാമോ? മാനവരാശിയുടെ മഹാചരിത്രത്തെ ഒടിച്ചുമടക്കി മലയോരത്തിൻ്റെ തന്ത്രശാസ്ത്ര പട്ടികയിൽ ഒതുക്കിയതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മിണ്ടിയില്ല. എത്ര കുടിച്ചിട്ടും അടിസ്ഥാനപരമായി അയാൾ മാറുന്നില്ല. പാട്ടും കഥയും വരുന്നുണ്ട്, പക്ഷേ നാവും കാലും ഇടറുന്നില്ല. സംഭാഷണത്തിനിടെ പൊടുന്നനെ ഞെട്ടിത്തിരിഞ്ഞ് ജനാലയോടെ നോക്കി. ആരാ ഇവിടെ എന്ന് അലറുക കൂടി ചെയ്തതോടെ ബോധം തെല്ലുപോലും നശിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി. ജനാലയ്ക്ക് താഴെ കാത്തയുടെ കുമ്പളങ്ങ പരുവത്തിലുള്ള ഉടൽ ഉരുണ്ടു നീങ്ങുന്നത് കണ്ടു. തങ്കമ്മ വിചാരിച്ചേക്കുമെന്നേ ഞാനിവിടെ നിന്നെ ചവിട്ടിക്കൂട്ടിയെന്നാ. നമുക്ക് അങ്ങോട്ട് പോയി ഞെട്ടിച്ചാലോ? വിരലുകളിൽ ഞൊട്ടയൊടിച്ച് കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി വില്ലായി വളഞ്ഞ് അലക്സ് എഴുന്നേറ്റു. ഞാൻ വരണോ? പിന്നെ നീ വരാതെങ്ങനെയാ? എൻ്റെ കൊച്ചവിടെ നിനക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും.
മുടിഞ്ഞ സ്നേഹമാടാ നിന്നോട്. ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ കെട്ടിത്തൂങ്ങി ചാവുമെന്ന് പറഞ്ഞു. അവൾ പൊട്ടിയ. നിനക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ലെന്ന് അവൾ അറിയട്ടെ. നീ വാ. ഗ്ലാസ്സിൽ ബാക്കിയിരുന്നത് കൂടി വലിച്ച് ചുണ്ട് തുറച്ച് ഞാൻ എഴുന്നേറ്റു. നിങ്ങൾ അപ്പനും മോൾക്കും സമ്മതമാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ എതിർക്കുന്നേ? തങ്കമ്മ ആൻറ്റി പിലാത്തോസിനെ അനുകരിച്ച് ഇരുകൈകളും കഴുകി ചാരത്തുമ്പിൽ തുറച്ചു. സാലി എന്നെ നോക്കി ചുണ്ട് കുറിപ്പിച്ചു. എനിക്ക് എല്ലാം അവിശ്വസനീയമായി തോന്നി. എത്ര അനായാസം ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇട്ടിച്ചാൽ അലക്സ് പറഞ്ഞു. അവിടുത്തെ ഇടവകക്കാർ തെണ്ടികൾ മുഴുവൻ എനിക്കെതിരാ. പെണ്ണുമ്പിള്ളയെ ഷോക്കടിപ്പിച്ചു കൊന്നൊക്കെയാ നാക്കിനില്ലാത്തവന്മാർ പറഞ്ഞു പരത്തിയെ. മനസ്സമ്മതം കെട്ട് എന്നൊക്കെ പറഞ്ഞ് ആ എംബോക്കികൾക്ക് സദ്യ വിളമ്പാൻ ഞാനില്ല. കാശു പുഴയിലൊഴുക്കിയാലും വേണ്ടില്ല. പക്ഷേ രണ്ട് മനസ്സുകളെയും രണ്ട് ഉടലുകളെയും ചേർത്ത് വയ്ക്കുമ്പോൾ കരക്കാർ സാക്ഷി വേണ്ടേ? ആൻറ്റി ചോദിച്ചു. സാക്ഷി വേണം. രജിസ്റ്റർ ഓഫീസിൽ കണ്ട 2 പേര്. അവർക്കോരോ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കും. അതുതന്നെ. കർത്താവിനോട് അലക്സ് പറഞ്ഞോളാം. തൽക്കാലം ഇതേ പറ്റത്തുള്ളൂ എന്ന്. അലക്സിൻ്റെ ഇഷ്ടം. തങ്കമ്മ ആൻറ്റി തല കൊടഞ്ഞു. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയിട്ട് മതി കെട്ടെന്നാ ഞാൻ പറയുന്നത്. അതല്ല, അതിനു മുൻപ് കെട്ടുന്നേ കെട്ടിക്കോ. പക്ഷേ താമസം അപ്പുറത്തോട്ട് മാറ്റിക്കോണം. പറഞ്ഞത് കാര്യമായിട്ടാണെന്ന് തങ്കമ്മ ആൻറ്റിയുടെ മുഖം വെളിപ്പെടുത്തിയില്ലെങ്കിലും അരമണിക്കൂർ ചെല്ലുന്നതിന് മുമ്പേ സാലി അവളുടെ സാധനങ്ങളുമെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോന്നു. കാര്യമായിട്ടാണോ? ഞാൻ അവിശ്വസ്തരെ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടാ മോനെ. അങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ എൻ്റെ കൊച്ചു താമസിക്കണ്ട. എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ജോലിയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോകാം. ഒപ്പിടാൻ 2 കൂട്ടുകാരെ കൂടി വിളിച്ചോ? നാളെയോ? ഞാൻ പകച്ചു. ഇന്ന് നേരം വൈകിയതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ നിമിഷം നടത്തിയാനെ കെട്ട്. വിളിച്ചു ചൊല്ലലും പറച്ചിലുമൊന്നും ഇട്ടുചലിൽ അലക്സിന് വേണ്ട. ഒരുത്തൻ്റെ സമ്മതപത്രവും ആവശ്യമില്ല. കുപ്പിയിൽ ബാക്കിയിരുന്നത് നേരെ വായിലേക്ക് കമഴ്ത്തി തിടുക്കത്തിൽ പുറത്തേക്ക് പോകാനിറങ്ങുന്നതിനിടെ അലക്സ് എന്നെ വലിച്ചു മാറ്റി നിർത്തി. നിന്റെ കയ്യിൽ കാശുണ്ടോ? ഞാൻ ആകെയുണ്ടായിരുന്നത് നുള്ളിപ്പെറുക്കി എഴുത്തി കൊടുത്തു. ഇത്രയേ ഉള്ളൂ? മുഖത്ത് പരിഹാസം നിഴലാടി. ആ മാലയും ഊരിയെ. അയാൾ എൻ്റെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി. സ്വർണം തന്നെയാണല്ലോ അല്ലേ? അമ്മയുടെ മാലയാണ്. മരിച്ചു കഴിഞ്ഞ് കാൽപ്പെട്ടിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. എന്നിട്ടും മടി പറയാതെ ഊരി കൊടുത്തു. കുടിക്കാനായിരിക്കുമോ? അലക്സ് പോയി കഴിഞ്ഞ് ഞാൻ സാലിയോട് ചോദിച്ചു. സംശയം എന്താ? ഇതുപോലൊരു അമ്മായിയപ്പനെ എവിടെ കിട്ടും? അവളുടെ ചുണ്ടിൽ ഊറി നിൽക്കുന്നത് പരിഹാസമാണ്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നോടുള്ള സ്നേഹം അപ്പനോട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തൊല്ലയാകും. നിനക്ക് പേടിയില്ലേ? ഞാൻ ചോദിച്ചു. ആരെ? അപ്പനെയോ? അവൾ കള്ളക്കണ്ണിറക്കി ചിരിച്ചു. കെട്ടുന്നതിൽ പേടിയില്ലെന്നാ ചോദിച്ചേ? എന്തിന്? ഇപ്പോഴേ കെട്ടുന്നതിൽ. നിന്നെയല്ലേ കെട്ടുന്നത്? പിന്നെന്താ? എങ്ങനെ ജീവിക്കുമെന്ന വിചാരം? പെണ്ണിനെ മര്യാദയ്ക്ക് പോറ്റേണ്ടത് കെട്ടിയവൻ്റെ ചുമതലയാണ്. അവൾ എൻ്റെ കൈ പിടിച്ച് കസേരയിലിരുന്നു. നീ പേടിക്കാതെ. അമ്മച്ചിയുടെ അമ്മ തന്ന കുറേ ഗോൾഡ് ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതി. പിന്നെ എൻ്റെ പേരിലുള്ള തോട്ടത്തിലെ വരുമാനം ഉണ്ടല്ലോ. അവളുടെ വിരലുകൾ എന്നെ തലോടി. എങ്ങനെ അപ്പനെ നീ കുപ്പിയിലാക്കി? കള്ളു കൊടുത്തുകൊണ്ടാണെന്ന് കരുതണ്ട. നിന്നോട് ഇഷ്ടം തോന്നി. അതുതന്നെ കാര്യം. പിണങ്ങാനും ഇത്രയും നേരം മതി. മറക്കണ്ട. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ ആശങ്ക പെരുകുകയായിരുന്നു. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരിത്തിന്നു ജീവിക്കാമായിരുന്നു. പക്ഷേ ഇനി അതുപോരാ. അടുക്കളയിൽ പാത്രങ്ങളില്ല, പല വ്യഞ്ജനങ്ങളില്ല. ഒന്നേന്ന് തുടങ്ങണം. കയ്യിലുണ്ടായിരുന്ന കാശും തീർന്നു. സാലി കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ കടലാസും പേനയും എടുത്ത് അടിയന്തരമായി വാങ്ങാനുള്ള സാധനങ്ങളുടെ പട്ടിക എഴുതി. അപ്പോൾ പിൻവശത്തെ ജനാല ശബ്ദിച്ചു. നോക്കുമ്പോൾ വാതിൽപ്പാളിയുടെ വിടവിലൂടെ കണ്ണുരുട്ടി കാത്ത. വാ. അവർ ഇരുവശത്തേക്ക് നോക്കി ശബ്ദമടക്കി വാടി വിളിച്ചു. നല്ലതിനോ ചീത്തയ്ക്കോ എന്ന ആശങ്കയോടെ ഞാൻ മടിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഡാ ചെക്ക, നീ ആ കള്ളുകുടിയൻ പറയുന്നത് കേട്ട് നാളെ കെട്ടാൻ പോവാണോ? അവർ എന്നെ വലിച്ച് കുറേ കൂടി മാറ്റി നിർത്തി. നീ മണ്ടത്തരമ കാണിക്കുന്നേ. ആ തന്ത കിട്ടിയ അവസരം നോക്കി തലേന്ന് ഭാരമിറക്കി വയ്ക്കുക. വേലയും കൂലിയുമില്ലാതെ എങ്ങനെ അവളെ പോറ്റാമെന്നാണ് വിചാരിച്ചേക്കുന്നത്? ഞാൻ വിളക്കുകാൽ പോലെ നിലത്തേക്ക് തലയോടിച്ചു നിശബ്ദം നിന്നു. മീശ പോലും മുളച്ചിട്ടില്ല. ഇതേതാണ്ട് പാപ്പക്കളിയാന്നാ എൻ്റെ വിചാരം. കാളെ പറ്റുന്ന കേട്ടപ്പോഴേ കയറെടുത്ത് ആ കള്ളുകുടിയൻ ആൻറ്റിയെ പിണക്കി. പൊത്തുപൊരുത്തത്തോടെ നോക്കി കണ്ടു നിന്നിരുന്നേൽ അവർ നടത്തി തന്നേനെ നിങ്ങളുടെ കല്യാണം. അതെങ്ങനെയാ? തലയിൽ പുത്തി വേണ്ടായോ? നീ ആൻറ്റിയെ ചെന്നൊന്ന് കാണ്. അവർ സങ്കടപ്പെട്ടിരിക്കുക. എന്നോടുള്ള ദേഷ്യം മുഴുവൻ ചിക്കിപ്പെറുക്കുന്ന കോഴിക്കൂട്ടത്തിന് നേരെ വാരിയെറിഞ്ഞ് കാത്തപ്പോയി. എത്രയോ കാലമായി മിണ്ടാതിരുന്ന ആൻറ്റിയെ ചെന്ന് കാണാൻ മടിച്ചു. ഒരുപക്ഷെ കാത്തയെ ആൻറ്റി തന്നെ പറഞ്ഞയച്ചതാണെങ്കിലോ എന്ന് ആലോചിച്ചപ്പോൾ പോയി കാണുന്നതാണ് നല്ലതെന്ന് തോന്നി. ചെല്ലുമ്പോൾ ആൻറ്റി കിടക്കുകയായിരുന്നു. കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ അവർ നീറ്റുമൂളി. എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യമേ ഉള്ളൂ. മുടി മാടി കെട്ടി അവർ എഴുന്നേറ്റു. എന്ന് വെച്ചാൽ അത്രയും സ്നേഹിച്ചതാ ഒരിക്കൽ. ഇപ്പോൾ എന്താ വന്നേ? ഇത് പറയാനാണോ? ആൻറ്റി വാതിൽക്കൽ വന്നു നിന്നു. നിനക്ക് അലക്സിനോട് വാ പറയാൻ മേലായിരുന്നോ? കെട്ട് കുറേ കൂടി കഴിഞ്ഞ് മതിയെന്ന്. നോക്കിക്കോ, അവനിനി ഇവിടെ കയറി നിരങ്ങും. കള്ളു വാങ്ങിക്കൊടുത്ത് നീ മുടിയും. ജോലി കിട്ടുന്നതിന് മുൻപേ കെട്ടുവാണെങ്കിൽ ഇറങ്ങിപ്പോക്കണമെന്ന് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. അല്ലാതെ സാലിയെ ഇറക്കിവിടാനല്ല. അറിയാം. എന്തറിയാമെന്ന്?
നിനക്കൊരു ചുക്കും അറിയില്ല. നിന്നെ വിശ്വസിക്കാനും കൊള്ളില്ല. സാലി പാവമാ, അവളെ ശ്രദ്ധിക്കരുത്. അവളെ പോറ്റാൻ നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? മിണ്ടിയില്ല. സംഭാഷണം അവസാനിച്ചെന്ന് തോന്നിയപ്പോൾ തിരിഞ്ഞു നടന്നു. നിൽക്ക്, ആൻറ്റി പിന്നിൽ നിന്ന് വിളിച്ചു. ഒരു നിമിഷം ആലോചിച്ചു. ഒന്നുമില്ല, പൊയ്ക്കോ. ആവശ്യത്തിലേറെ ഉച്ചത്തിൽ വാതിലടഞ്ഞു. ഉച്ചതിരിഞ്ഞപ്പോൾ വീട്ടുപടിക്കൽ ഒരു മിന്നിലോറി വന്നു നിന്നു. ആനപ്പുറത്തു നിന്നു പാപ്പാനെ പോലെ ഇട്ടിച്ചാലിൽ അലക്സ് വണ്ടിയുടെ മുൻസീറ്റിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. വയറ്റിലെ വീഞ്ഞു ഭരണി ഉലഞ്ഞതുകൊണ്ടാവും ഒരു നിമിഷം ബാലൻസിന് വേണ്ടി അയാളൊന്ന് ഉലഞ്ഞു. പിള്ളേരെ വാ, ചുമക്കാൻ നമ്മളേയുള്ളൂ. വണ്ടിയുടെ പിന്നിൽ നിന്ന് വലിയ ചാക്കുകെട്ട് ചുമലിലേന്തി മുറ്റത്തേക്ക് വന്ന അലക്സ് പറഞ്ഞു. എന്താ അപ്പത്? സാലി അത്ഭുതത്തോടെ ഇറങ്ങി വന്നു. നിങ്ങളുടെ പൊറുതിക്കുള്ളതല്ല എന്ന് വെച്ചാൽ ചീനച്ചട്ടി മുതൽ ഉരുളി വരെ, കടുക് മുതൽ മസാലക്കൂട്ട് വരെ പോരെ. എൻ്റെ സ്വർണ്ണമാല പോയ വഴി. ഞാൻ കഴുത്ത് തടവി. മദ്യലഹരിയുടെ ഉത്സാഹം അലക്സിൻ്റെ ചൂടുകളുടെ വേഗം ഇരട്ടിപ്പിച്ചു. ഞങ്ങൾ രണ്ടു കൈയിലും സാധനവുമായി മുറ്റത്തെത്തുമ്പോഴേക്കും അയാൾ അടുത്ത കെട്ട് വീട്ടിലെത്തിച്ചു മടങ്ങിയിട്ടുണ്ടാകും. ആദ്യം അടിച്ചു നിന്നെങ്കിലും പിന്നീട് കാത്തയും ഞങ്ങൾക്കൊപ്പം ചേർന്നു. നിമിഷനേരം കൊണ്ട് വീട് മുഴുവൻ സാധനങ്ങളായി. ഇത് മുഴുവൻ അടുക്കിപ്പെറുക്കി വയ്ക്കേണ്ടത് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ജോലി അല്ലയോടോ വരുമോനെ? ലോറിക്കാരെ പറഞ്ഞുവിട്ട് അലക്സ് എന്നെ നോക്കി കണ്ണിറുക്കി കാട്ടി. വാ, ക്ഷീണം മാറ്റണ്ടേ? പരിഭ്രമ കണ്ണുവിടർത്തി നിൽക്കുന്ന സാരിയെ കെട്ടുകൾക്ക് നടുവിൽ തനിച്ചാക്കി എൻ്റെ കൈക്ക് പിടിച്ച് അയാൾ നടന്നു. അരക്കെട്ടിൽ പൂഴ്ത്തി വെച്ചിരുന്ന മദ്യക്കുപ്പി കൈവെള്ള കൊണ്ടൊന്ന് തട്ടി ഒന്ന് മുട്ടി. പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നിൽ പരുക്കൻ ചുമ. മൂശേട്ട മുഖത്ത് ഒരു നുള്ള ചിരി പോലും പുരട്ടാതെ കാത്ത ഒരു ഗ്ലാസ് നീട്ടി. ഇച്ചിരി എനിക്കൂടെ ഒഴിച്ചാട്ടെ. എടുപിടിയുന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വയ്ക്കേണ്ടതാ. ആഹാ, പൂശുവെങ്കിൽ നേരത്തെ പറയണ്ടായോ? അലക്സിൻ്റെ മുഖം കണ്ടപ്പോൾ സ്നേഹം മുഖത്ത് കാത്തയെ ഇപ്പോൾ കെട്ടിപ്പിടിക്കുമെന്ന് പോലും തോന്നി. പിന്നെ ഇതൊക്കെ ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂന്നാണോ വിചാരം? കാത്ത ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി. മുണ്ടിൻ്റെ തുമ്പിൽ കെട്ടിവെച്ചിരുന്ന എന്തോ എടുത്ത് വായിലിട്ടു. എന്താ അത്? ഞങ്ങൾക്കില്ലേ? അലക്സ് കൈനീട്ടി. അവർ അത് ഗവനിച്ചതേയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യം പകർന്ന് കാത്ത മൂക്ക് ചൊറിഞ്ഞു. നിങ്ങളെന്തോന്നോ അപ്പനാ? ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക. എന്താ അപ്പന് കുഴപ്പം? അലക്സ് ഒരു ബീഡിക്ക് തീ കൊളുത്തി. ബീഡി വലിക്കത്തില്ലായിരിക്കുമല്ലോ. വലിക്കുമായിരുന്നു, ഇപ്പോൾ വേണ്ട. കാത്ത തിണ്ണയിൽ ചാരിയിരുന്നു. മുട്ടയെന്ന് വിരിയാത്ത ഈ പിള്ളേരെ പിടിച്ച് കെട്ടിച്ച അപ്പൻ്റെ ഉത്തരവാദിത്തം തീർന്നതാണോ വിചാരം? നല്ലൊരു ദിവസമായിട്ട് ഈ ചെക്കനെ കള്ളും കുടിപ്പിച്ചു കിടത്തി വീട്ടിൽ സമാധാനക്കേടുണ്ടാക്കാനാണോ പരിപാടി? അലക്സ് മൂക്കിലൂടെ പുകക്കൊമ്പുകൾ നീട്ടി തലകുലുക്കി. രണ്ടെണ്ണം പിടിപ്പിച്ചില്ലേ? ഇനിയിപ്പോൾ ഈ എൻ്റെ കൊച്ചിനെ സഹായിച്ച ചെല്ല്. അയാൾ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുപ്പിയിലേക്ക് കൊതിയോടെ ഒരിക്കൽ കൂടി നോക്കി കാത്ത ഉരുണ്ടകന്നു. അലക്സിൻ്റെ മുഖം കാറ് കെട്ടിയിരുന്നു. അയാൾ സാവധാനം ഗ്ലാസ് നിറച്ചു. എൻ്റെ ഗ്ലാസ് നീക്കി വെച്ചപ്പോൾ അയാൾ അതെടുത്ത് കമിഴ്ത്തി വെച്ചു. വേണ്ട, ഇന്ന് ഇത്രയും മതി. കെട്ടുപോയ ബീഡി വലിച്ചെറിഞ്ഞ് അലക്സ് വേറൊന്ന് കത്തിച്ചു. ആ പെണ്ണുമ്പിള്ള പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്ക് ആഘോഷമെന്ന് പറഞ്ഞാൽ കള്ള. ഇത് തൊടാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. 4-5 വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ മടിയിലിരിക്കുമ്പോൾ നാവേൽ തൊട്ട് തന്നെ തുടക്കം. അപ്പം പോയി, കെട്ടിയോള് പോയി, ഇതുമാത്രം ബാക്കിയായി. ഒരു ഏമ്പക്കം വിട്ട് മദ്യം രുചിക്കാതെ അയാൾ ഗ്ലാസ് താഴെ വെച്ചു. നിങ്ങളെ പെട്ടെന്ന് കെട്ടിച്ച് ഉത്തരവാദിത്തം തീർക്കുവാണോ എന്ന് തങ്കമ്മയും ചോദിച്ചു. ഒരർത്ഥത്തിൽ അത് ശരിയാ. ചാവുന്നതിന് മുൻപ് എൻ്റെ കൊച്ചിനൊരു ജീവിതം വേണമെന്നുണ്ടായിരുന്നു. വീട് ബാങ്കുകാർ ഇപ്പോൾ അങ്ങ് കൊണ്ടുപോകും. ജപ്തി നോട്ടീസ് വന്നിട്ട് കുറേയായി, ആരും അറിഞ്ഞിട്ടില്ല. അയ്യോ, വീട് പോയാൽ? പേടിക്കണ്ട, കയറി കിടക്കാൻ ഇങ്ങോട്ട് വരില്ല. ഞാനതല്ല ഉദ്ദേശിച്ചത്. അറിയാം, പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരറിയാത്ത വേറെ കാര്യങ്ങളുണ്ട്. നിന്നോട് പറയാമല്ലോ. എനിക്കിനി അധികം നാളില്ല. കരൾ വാടിപ്പോയി, കിഡ്നിയും ചതിച്ചു. അവളോട് പറയണ്ട. അല്ല, അറിഞ്ഞാലും സങ്കടമൊന്നും കാണില്ല. അപ്പനെന്ന നിലയ്ക്ക് വലിയ തോൽവിയാ ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പനെ പോലെ ആകാതിരിക്കാൻ നോക്കിയതാ. എന്നെ താലോലിച്ച് ഈ കോലത്തിലാക്കിയത് എൻ്റെ അപ്പന. അതുകൊണ്ടാണ് എൻ്റെ കൊച്ചുങ്ങളോട് ഞാൻ അകന്നു നിന്നേ. അലക്സ് എൻ്റെ ചുമലിൽ കൈയിട്ടു. എൻ്റെ കൊച്ച് ഇനിയാ ജീവിക്കാൻ പോകുന്നത്. ഇതുവരെ അവൾ കഴിഞ്ഞു കൂടുകയായിരുന്നു. കണ്ണീരും വഴക്കുമൊക്കെ കണ്ടു വളർന്നുകൊണ്ട് ഏത് സാഹചര്യത്തിലും ജീവിച്ചോളും, അതുറപ്പാ. പക്ഷേ അവളെ കരയിക്കരുത്. ആദ്യമായി അലക്സിൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ കാണാതെ അയാൾ കണ്ണീര് തുടച്ചു. ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്, അതെപ്പോഴും ഓർമ്മ വേണം. ഹരിശ്രീ പ്രിൻറ്റേഴ്സ് ഉടമ സോമനാഥ പണിക്കർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ചുറ്റും കണ്ണെറിഞ്ഞ എനിക്ക് പക്ഷേ ഒരു ആക്രിക്കടയിൽ ചെന്നു കയറിയ പോലെയാണ് തോന്നിയത്. ഇരുട്ടും ചിലന്തി വലയും നിറഞ്ഞ മച്ചിനു താഴെ ചുമരിനോട് ചേർത്ത് വെച്ച വലിയ മേശകൾ. നടുവിൽ മുറുക്കി കുറുകെ വേറെയും 2 മേശ. മുറിയുടെ മൂലകളിൽ അട്ടിയടുക്കിയ കടലാസ് കെട്ടുകൾ. വേറൊരിടത്ത് വിവാഹ ക്ഷണപത്രങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള നോട്ടീസുകൾ, രസീത് കുറ്റികൾ. തവിട്ട് നിറമുള്ള തിരശ്ശീല കൊണ്ട് അതിരിട്ട മുറിയുടെ അങ്ങേ പകുതിയിൽ കരിവീരന്മാരെ പോലെ കറുപ്പണിഞ്ഞ അച്ചടി യന്ത്രങ്ങൾ. ബിരുദാനന്തര ബിരുദ ഫലം വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയൊന്ന് ശരിയാകാഞ്ഞ് ആകെ തകർന്നിരിക്കുമ്പോഴാണ് ഈ വഴി തെളിഞ്ഞു കിട്ടിയത്. സുദർശനൻ്റെ അച്ഛൻ്റെ ശുപാർശ മാത്രമാണ് കരുത്ത്. 40 വർഷമായി കൂടെയുണ്ടായിരുന്ന പ്രൂഫ് റീഡർ വിരമിച്ചപ്പോൾ വേറെ 2 പേരെ ജോലിക്ക് നിയമിച്ചെങ്കിലും തൃപ്തിയാകാതെ സോമനാഥ പണിക്കർ പറഞ്ഞു വിടുകയായിരുന്നു.
താൻ വായിക്കുമോ? ചെളിപ്പിടിച്ച വെള്ളെഴുത്ത് കണ്ണട ഊരി മേശപ്പുറത്ത് കമിഴ്ത്തി വെച്ച് ഡപ്പിയിൽ നിന്ന് മൂക്കിപ്പൊടി കുടഞ്ഞ് കൈവെള്ളയിൽ ഇടയുന്നതിനിടയിൽ പണിക്കർ സാർ ചോദിച്ചു. വായിക്കുമെന്ന് പറഞ്ഞത് വിശ്വാസമായില്ലെന്ന് തോന്നി. തൊണ്ടി മുതൽ പിടിച്ചെടുക്കുമ്പോൾ കള്ളനെ നോക്കുന്ന പോലീസിൻ്റെ നോട്ടമായിരുന്നു അത്. സത്യത്തിൽ സരസ്വതി ക്ഷേത്രത്തിന് തീരെ ചേരാത്തൊരു രൂപമായിരുന്നു അയാളുടേത്. തടിച്ചുരുണ്ട ഉടൽ, സോഡ കുപ്പിക്കഴുത്ത്, നെറ്റിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന കഷണ്ടിക്കൊപ്പം തെളിയുന്ന വലിയ മറുക്, ഒരു വശത്തേക്ക് കോടിയ ചുണ്ട്, അതിനു മേലെ ഏത് സമയവും മാഞ്ഞു പോകുമെന്ന് തോന്നിക്കുന്ന ഒരു പഴുതാര മീശ. എന്ത് തരം പുസ്തകമാണ് വായിക്കാറുള്ളത്? അയാൾ കൊളുത്തിൻ്റെ പിടിവിട്ടില്ല. നോവൽ, കവിത, ശാസ്ത്രം ഒക്കെ വായിക്കും. കവിതയും ശാസ്ത്രമൊക്കെ ആർക്കു വേണം? പരിഹാസം മൂർച്ചയുള്ളൊരായുധം പോലെ അയാളുടെ ചുണ്ടുകളെ കൂർപ്പിച്ചെടുത്തു. അമ്പലത്തിലെ വഴിപാട് രസീത് മുതൽ അക്ഷരമറിയാത്ത അവൻ എഴുതിയ കവിതാ പുസ്തകം വരെ ഇവിടെ വായിക്കേണ്ടി വരും. അക്ഷരത്തെറ്റ് കണ്ടുപിടിച്ച് തിരുത്തുകയെന്നത് മാത്രമാണ് തൻ്റെ ജോലി. അതുമാത്രം. വിലയിരുത്തി മാർക്കിടുകയല്ല എന്ന് ചുരുക്കം. മനസ്സിലായോ? ഉവ്. എന്തിനാ ഇത് പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ, തനിക്ക് മുൻപ് വന്ന ഒരുത്തനെ ഈ സൂക്കേടുണ്ടായിരുന്നു. വലിയ വ്യാകരണ പണ്ഡിതൻ എന്നായിരുന്നു വിചാരം. പണ്ഡിതന്മാരെയൊന്നും എനിക്ക് വേണ്ട. പിരിഞ്ഞുപോയ മുൻഷി മാഷിനെ താൻ അറിയുമോ? ഇല്ല. പരിചയപ്പെടേണ്ട ആളാ. ജോലിക്ക് വരുന്നതും പോകുന്നതും അറിയില്ല. ദോ ആ മൂലയ്ക്ക് പ്രതിമ പോലെ ഇരിക്കും. ഇവിടെ മറ്റുള്ളവർ അട്ടഹസിച്ചാലും അങ്ങേരറിയില്ല. അത്രയ്ക്കായിരുന്നു ജോലിയിലെ ശ്രദ്ധ. കാഴ്ച കുറഞ്ഞതുകൊണ്ട് മാത്രമാ പോയതല്ല. മതിയാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞതാ. പറയേണ്ടി വന്നു. മായും രായും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പണിയിൽ എന്തു ചെയ്യും? രൈരു നായരുടെ മകളുടെ വിവാഹം എന്ന് അച്ചടിക്കുമ്പോൾ രായ്ക്ക് പകരം മാ വന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചേ. ചിരിക്കണ്ട, അങ്ങനെ സംഭവിച്ചു. മൂക്കിപ്പൊടി വലിച്ചു കയറ്റി 2 തവണ തുമ്മാനാഞ്ഞ അയാൾ മേശപ്പുറത്ത് ചുരുണ്ടുകിടന്ന നിറം കെട്ട കൈലേസ് കൊണ്ട് പഴുതാര മീശ തുളച്ച് എഴുന്നേറ്റു. ഇവിടെ വേറെ 3 പേര് കൂടിയുണ്ട്, ജോലിക്കാർ. പ്രൂഫ് റീഡിങ്ങിന് ഇന്നുകൂടി ഒരാൾ വരും. പഠിക്കാനുള്ളതൊക്കെ കയ്യോടെ പഠിച്ചോണം. നാളെ മുതൽ താൻ മാത്രമേ കാണൂ. ജോലികൾ ഒരുപാട് കെട്ടിക്കിടപ്പുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞതാ. അധിക സമയം എടുത്തിട്ടായാലും എല്ലാം തീർക്കണം. ഇരിപ്പിടം കാട്ടിത്തന്ന് പണിക്കർ സാർ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ദീർഘനിശ്വാസം വിട്ടു. 40 ആണ്ടിൻ്റെ ഓർമ്മകൾ പേറുന്ന തടിക്കസാര. താൻ ഇനി മുതൽ ചുമക്കാൻ പോകുന്നത് മുൻഷിമാഷിൻ്റെ ഉടലല്ലെന്നറിഞ്ഞ് ഒച്ചവെച്ചു. ഈർപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിന് കടലാസിൻ്റെയും അച്ചടിമഷിയുടെയും മണ്ണെണ്ണയുടെയും വീർപ്പ് മുട്ടിക്കുന്ന ഗന്ധം. എത്ര നാൾ ഈ കസേരയിൽ ഇരിക്കേണ്ടി വരും എന്നതിനെ ചൊല്ലി എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സാലിക്ക് വീണ്ടും പഠിക്കാനായിരുന്നു മോഹം. അവൾക്ക് ഡോക്ടറേറ്റ് വേണം പോലും. ബാങ്ക് നിക്ഷേപമൊക്കെ വിചാരിച്ചാലും വേഗം ആവിയായി. കട്ടപ്പനയിലെ സാരിയുടെ ഭൂമി കേസിലാണ്. അവകാശം സ്ഥാപിക്കാനും കോടതി കയറാനും പണവും സമയവുമില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടുവേണം ജീവിതം കൊണ്ടുപോകാൻ. പക്ഷേ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഉടമ ശമ്പളത്തെപ്പറ്റി ഒന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. ജോലി നോക്കി തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യന്ത്രം പോലെ ജോലി ചെയ്യുന്ന മുൻഷി മാഷുമായിട്ടായിരിക്കും താരതമ്യം. മുറിയിലെ കെടുമ്പ് മണം മാറാൻ ഞാൻ പങ്ക പ്രവർത്തിപ്പിച്ചു. മടിച്ച് അത് തിരിഞ്ഞു തുടങ്ങിയപ്പോൾ അട്ടിയിരുന്ന കടലാസ് മലകൾ കെട്ടുപൊട്ടിക്കാൻ കൈകാലിട്ടടിച്ചു. നരസിംഹക്ഷേത്രത്തിൽ കൊടിയേറ്റുത്സവം. വാർദ്ധക്യത്തെ തുരത്താൻ മാന്ത്രിക മരുന്ന്. വൈദ്യുതി ഓഫീസിന് മുന്നിൽ ധർണ. സഞ്ജയന അറിയിപ്പ്. നാളെ വിവാഹിതരാകുന്നു. വമ്പിച്ച വില കുറവ്. സുഹൃത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. കടലാസ് കെട്ടുകളിലെ തലക്കെട്ടുകൾ വൈവിധ്യം നിറഞ്ഞവയായിരുന്നു. ചുമരിനോട് ചേർന്ന് നടന്ന് ഒരു ചതുരം പൂർത്തിയായി കസേരയിൽ ഇരിക്കാനായുമ്പോഴാണ് വാതിൽക്കൽ ഒരാൾ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ടത്. കാട്ടുള്ളിയിലെ ഇല പോലെ മെല്ലിച്ചൊരാൾ. 60-ലേറെ പ്രായം. കുറ്റിത്താടി. ചുമലിൽ നീലയും കറുപ്പും പ്ലാസ്റ്റിക് വള്ളി വരിഞ്ഞ ബാഗ്. ആരാണെന്ന് നോക്കുമായിരുന്നു. പുതിയ പ്രൂഫ് റീഡർ ആലിയോ? അയാൾ അകത്തേക്ക് കയറി വന്നു. ഞാൻ ആൻറ്റോ. ഇവിടുത്തെ മെഷീൻ ഓടിക്കുന്നത് ഞാനാ. മേശയ്ക്ക് താഴെ ബാഗ് വച്ച ശേഷം അയാൾ കുപ്പായം മൂരി ചുമരിൽ തൂക്കി. പിന്നെ ബാഗിൽ നിന്നൊരു കറുത്ത മുണ്ട് എടുത്തു വന്ന വെളുത്ത മുണ്ട് ഭദ്രമായി മടക്കി ബാഗിൽ തിരികെ. വെള്ളയിട്ടോണ്ട് വരല്ലേ, എത്ര സൂക്ഷിച്ചാലും മഷി വീണ് കറക്കും, അയാൾ ഉപദേശിച്ചു. മുൻപ് ഈ പണി ചെയ്തിട്ടുണ്ടോ? നല്ല വേഗം വേണം, ശ്രദ്ധയും. എത്ര ശ്രമിച്ചാലും മുൻഷി മാഷെ പോലാകാൻ ആർക്കും പറ്റുകയല്ല. വന്നു കയറിയത് മുതൽ മുൻഷി മാഷിൻ്റെ പെരുമ കെട്ടു മടുത്തു. ഞാൻ അയാളെ മനസ്സിൽ ശത്രുവായി പ്രഖ്യാപിച്ചു. വീട്ടിൽ വേറെ വരുമാനമുണ്ടായിരിക്കും, അല്ലാതെ ഈ പണിക്ക് വന്നു ചാടുകയല്ല, എനിക്കറിയാം. ഒരു കാലത്ത് വെളുത്തതായിരുന്നു എന്ന് സങ്കടപ്പെടുന്ന കട്ടി തോർത്ത് ചുമലിലിട്ട് ആൻറ്റോ അരികിലേക്ക് വന്നു. സെൻറ്റ് ജോസഫ് പ്രസ്സിലൊക്കെ ശമ്പളം എന്താണെന്ന വിചാരം. പക്ഷേ ഓഫ് സെൻറ്റ് പ്രിൻറ്റിങ് പഠിക്കണം. ഇനി ഈ പ്രായത്തിൽ പ്രയാസം. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലയോ? ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പണിക്കര് സാർ അറിയല്ലേ? ഇവിടെ വരുന്ന എല്ലാവരെയും ഞാൻ ഉപദേശിക്കും, പക്ഷേ ഒരുത്തരും കേൾക്കില്ല. അയാൾ അകത്തെ മുറിയിലേക്ക് നടന്ന് അച്ചടിയന്ത്രത്തിൻ്റെ സ്വിച്ച് ഓണാക്കി. ഒരു മുരൾച്ചയോടെ അത് ഒന്ന് ചലിച്ച് നിശബ്ദമായി. ഇവിടെ നിന്നാലും മെടുക്കുണ്ടെങ്കിൽ കാശുണ്ടാക്കാൻ വഴിയുണ്ട് കേട്ടോ. ഇത്തിരി വളഞ്ഞ വഴിയാ, പതിയെ മനസ്സിലാകും.
അയാളുടെ മുഖത്തെ വൃത്തികെട്ട ചിരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ അധികം ദിവസം വേണ്ടി വന്നില്ല. ഇംഗ്ലണ്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എങ്കിൽ 26 അക്ഷരം കൊണ്ട് കാര്യം നടന്നേനെ. ഇത് 51 വ്യഞ്ജനാക്ഷരവും 18 സ്വരാക്ഷരവും, അതും പോരാഞ്ഞ് കൂട്ടക്ഷരവും ചില്ലക്ഷരവും കൂട്ടിയിണക്കാൻ 10-22 ചിഹ്നങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു പെരളിയ. ഇതിൻ്റെ അകത്ത് കിടന്ന് തുഴയുന്നവൻ വെള്ളം കുടിക്കുന്നത് വേറെ ആരും അറിയുന്നില്ല. ഹരിശ്രീ പ്രിൻറ്റേഴ്സിൽ അച്ചുനിരുത്തുന്ന രാമവർമ്മയുടെ കണ്ണുകൾ കട്ടിക്കണ്ണടയിലൂടെ അക്ഷരപ്പെട്ടിയിൽ പരതുന്നതിനിടെ പരുപരുത്ത സ്വരം എന്നോട് സംസാരിച്ചു. ലോഹത്തണുപ്പിൽ മെനഞ്ഞെടുത്ത അക്ഷരങ്ങൾ പല കള്ളികളിലായി അടുക്കി നിർത്തിയ നീളൻ മരപ്പെട്ടി മേശയെ ആൻഡോ ശവപ്പെട്ടി എന്നാണ് കളിയാക്കി വിളിക്കാറുള്ളത്. ഒരർത്ഥത്തിൽ അത് അക്ഷരങ്ങളുടെ ശവപ്പെട്ടി തന്നെയാണ്. രാമവർമ്മയുടെ കൈത്തുമ്പിലൂടെ അച്ചിലെത്തി ഇടം കണ്ടുപിടിക്കുന്നതോടെയാണ് അവയുടെ ജീവിതം സാഫല്യമടയുന്നത്. പെട്ടിയിൽ നിന്ന് അയാളുടെ വലം കൈ പരുതിയെടുക്കുന്ന അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചതുരപ്പലകയിൽ ഉറുമ്പുകളെപ്പോലെ നിരയിടുന്നു. നിമിഷനേരം കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ പരുന്തുറാഞ്ചുന്ന വേഗത്തിലാണ് ആ വിരലുകളുടെ ചലനം. എത്ര ശ്രമിച്ചിട്ടും പെട്ടിയിലെ ലോഹാക്ഷര ശവങ്ങളുടെ ക്രമം എനിക്ക് മനസ്സിലായില്ല. അതാണ് അതിൻ്റെ സീക്രട്ട്. വർമ്മ അഭിമാനത്തോടെ ചിരിച്ചു. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. കണ്ണടയൂരി അയാൾ മുഖത്തെ വിയർപ്പൊപ്പി. അക്ഷരപ്പെട്ടിയുടെ താഴത്തെ നിരയിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെന്ന് അയാൾ വിശദീകരിച്ചു. മുകളിലേക്ക് പോകുന്തോറും ഉപയോഗം കുറഞ്ഞവ. ഏറ്റവും മുകളിലത്തെ നിരയിലെ അക്ഷരങ്ങൾ പലതും വളരെ അപൂർവമായി ഉപയോഗിക്കേണ്ടവ. ഞാൻ താഴത്തെ നിരയിലെ കള്ളിയിൽ കൈയിട്ടു. ഒരക്ഷരം വിരലിൽ തൂങ്ങി. തല തിരിച്ചെഴുതിയ ക. ഞാൻ കള്ളിയിലേക്ക് കുനിഞ്ഞു നോക്കി. വലയിൽപ്പെട്ട പൊടി മീനുകളെപ്പോലെ നിരവധി കാകൾ. മുകളിലത്തെ നിരയിലെ കള്ളിയിൽ നിന്നുകൂടി ഞാൻ ഒരക്ഷരം എടുത്തു പരിശോധിച്ചു. തല തിരിച്ചെഴുതിയ ക്ല. വേറൊരെണ്ണം ജ. എൻ്റെ കയ്യിൽ നിന്ന് ബലമായി അവ വാങ്ങി വർമ്മ തിരിച്ചു വച്ചു. ഒരക്ഷരം കള്ളി മാറി വീണാലുള്ള പ്രശ്നം ഊഹിക്കാമല്ലോ. ഓരോ അക്ഷരം നോക്കിയല്ല അച്ചു നിർത്തുന്നത്. പരിചയം കൊണ്ട് ഇന്ന കള്ളിയിലുള്ളത് ഇന്നതാണെന്ന അറിവാണ് നമ്മുടെ ബലം. ചതി പറ്റിയാൽ തീർന്നു. എൻ്റെ അച്ഛനെ പണ്ടൊരുത്തം ചതിച്ചതാ. എല്ലാ കള്ളികളിലെയും അക്ഷരം കൂട്ടിക്കുഴച്ചിട്ടു. വലിയൊരു വർക്കായിരുന്നു. അച്ഛനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. അങ്ങനെ അച്ഛൻ വിഷം കഴിച്ചേ. ഭാഗ്യത്തിന് ചത്തില്ല. ഭാഗ്യക്കേട് കൊണ്ടാ ചാവത്തേന്നും പറയാം. പിന്നത്തെ കാലം മുഴുവൻ ഉടൽ മരവിച്ച് ഒരേ കിടപ്പായിരുന്നു. അച്ഛൻ്റെ ശവത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലെ വർമ്മ കൈകൂപ്പി നിശബ്ദനായി. മുൻഷിമാഷും അച്ഛനും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാ. മുൻഷിമാഷുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു. ഇവിടെ വർമ്മയ്ക്ക് കാഴ്ചയിൽ തോന്നുന്നത്ര പ്രായമില്ലെന്ന് മനസ്സിലായി. അകാലനരയും പ്രാരാബ്ദങ്ങളും അയാളുടെ ജീവിതത്തെ ചതിക്കുകയാണ്. വിഷാദം തുളുമ്പുന്ന മുഖം, പ്രവാചകൻ്റേതുപോലെയുള്ള വിശാലമായ നെറ്റിത്തളം, ഒരു വശത്തേക്ക് ചരിഞ്ഞ ചുമലുകൾ. എന്തുകൊണ്ടോ എനിക്ക് അയാളോട് വല്ലാത്ത അടുപ്പം തോന്നി. മുൻഷി സാറിനെ പോയൊന്ന് കാണണം, അനുഗ്രഹം വാങ്ങണം, വർമ്മ ഉപദേശിച്ചു. വർമ്മയും ആൻ്റെയും കഴിഞ്ഞാൽ മൂന്നാമതൊരാൾ കൂടി ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു, സദാശിവൻ. പലതവണ കണ്ടെങ്കിലും പരിചയപ്പെടാനെന്നല്ല ചിരിക്കാൻ പോലും തയ്യാറാകാത്തൊരാൾ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴെല്ലാം ഓരോ തിരക്കഭിനയിച്ച് അയാൾ മുഖം വെട്ടിച്ചു. സത്യത്തിൽ അയാളുടെ ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ജോലി എന്നതിനേക്കാൾ എന്തല്ല എന്ന് കണ്ടുപിടിക്കുകയാവോ എളുപ്പമെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. രാവിലെ ബക്കറ്റിൽ വെള്ളവുമായി വരുന്നത് കാണാം. ദൂരെ എങ്ങോ നിന്ന് കോരിക്കൊണ്ട് വരുന്നതാണ്. സദാ എന്ന് വിളിക്കുന്നതിന് മുൻപേ പണിക്കർ സാറിന് മുൻപിൽ ചായയുമായി ഹാജരാകും. നോട്ടീസുകൾ കെട്ടിയെടുക്കുക, രസീത് കുറ്റികൾ ബൈൻഡ് ചെയ്യുക, മുറി തൂക്കുക, മഷിയൊഴിഞ്ഞ ടിന്നുകൾ കഴുകി ഉണക്കുക തുടങ്ങി ഏത് സമയവും അയാൾ കർമ്മനിരതനാണ്. മലക്കയറ്റക്കാരനെ പോലെ ആയാസപ്പെട്ടാണ് നടപ്പ്. അയവെട്ടുന്നത് പോലെ ചുണ്ടുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. പാവമ കഴുതപോലെ പണി ചെയ്തോളും. അധികം മിണ്ടാട്ടവുമില്ല, ആൻഡോ പറഞ്ഞു. മിണ്ടാതിരിക്കുന്നത് വലിയൊരു മികവാണെന്ന ഭാവം വർമ്മയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അല്ലെങ്കിലും അക്ഷരങ്ങൾ സംസാരിക്കുന്നിടത്ത് ചുണ്ടുകൾക്ക് പ്രസക്തിയില്ല. പ്രൂഫ് റീഡിംഗ് പഠിപ്പിക്കാൻ പഴയ ആൾ വരുമെന്ന് പണിക്കർ സാർ പറഞ്ഞിരുന്നെങ്കിലും ആരും വന്നില്ല. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. വർമ്മ ധൈര്യം തന്നു. അയാൾ കടലാസും പേനയും എടുത്ത് ഏതാനും വരകൾ വരച്ചു. തെറ്റുണ്ടെങ്കിൽ, ഏതെങ്കിലും അക്ഷരം ഒഴിവാക്കണമെങ്കിൽ, വാക്കു വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, വാക്കുകൾക്കിടയിൽ അകലം വേണമെങ്കിൽ ഒക്കെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ലളിതമായി പറഞ്ഞു തന്നതിന് പിന്നാലെ ഞാൻ 2 നോട്ടീസുകൾ പ്രൂഫ് റീഡ് ചെയ്തു കൊടുത്തപ്പോൾ അയാളുടെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. കൊള്ളാം, വേഗം പഠിച്ചെടുത്തല്ലോ. വൈകുന്നേരം വർമ്മയുടെ സ്കൂട്ടറിലാണ് മുൻഷി മാഷിൻ്റെ വീട്ടിലേക്ക് പോയത്. പകുതി ദൂരം വരെയേ താനുണ്ടാകുമെന്ന് ആദ്യമേ അയാൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അയാൾക്ക് വേറെ വഴിയെ തിരിഞ്ഞു പോകേണ്ടിയിരുന്നു. കുന്നുകയറി പാറമട പിന്നിട്ട് ഇറക്കമിറങ്ങി പാടങ്ങൾ അതിരിട്ട ഇടുങ്ങിയ വഴിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തി ഒരു വശത്തേക്ക് കാൽക്കുത്തി വർമ്മ എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ ഇറങ്ങി. ദോ ആ കാണുന്ന പാടത്തിൻ്റെ വലത്തെ വഴിയിലൂടെ 1/2 ഫർലോങ് ചെന്നാൽ 4ാമത്തെ വീട്. ഞാനങ്ങോട്ട് വരുന്നില്ല, സങ്കടമാ. അതാ. വർമ്മ വണ്ടിയിൽ വെറുതെ ഒന്ന് ഹോണടിച്ചു. എന്തിനാണ് സങ്കടമെന്ന് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാതെ സ്വന്തം അച്ഛൻ വിഷം കഴിച്ചതുവരെ പറഞ്ഞ സ്ഥിതിക്ക് ഇതും പറയുമെന്ന് ഉറപ്പായിരുന്നു. പച്ചപ്പുല്ലിൻ്റെ കൊതിപ്പിക്കുന്ന നാട്ടുമണവുമായി കാറ്റ് ഞങ്ങളെ തൊട്ട് പറന്നു. പാടത്ത് വെളുത്ത തൂവാലകൾ വിരിച്ച് ഒരു കൂട്ടം കൊറ്റികൾ പറന്നിറങ്ങി. രാത്രി പണിക്ക് വരുന്നതിനെ പറ്റി വല്ലതും പണിക്കർ സാറ് പറഞ്ഞായിരുന്നോ?
സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ വർമ്മ ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ ചുമൽ വെട്ടിച്ചു. ഇല്ലെങ്കിൽ പറയും. ഒന്ന് ചോദിച്ചോട്ടെ, ഹരിശ്രീ പ്രിൻറ്റേഴ്സിനെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണോ ജോലിക്ക് ചേർന്നേ? എന്താ പ്രത്യേകിച്ചറിയാൻ? പതിയെ മനസ്സിലായിക്കോളും. എല്ലാം പണിക്കർ സാർ തന്നെ പറഞ്ഞോളും. ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണോ? കെട്ടിക്കിടക്കുന്ന ജോലിയെല്ലാം വേഗം തീർക്കണമെന്ന് പറഞ്ഞു. കെട്ടിക്കിടക്കുന്ന ജോലികൾ. വർമ്മ ഗൂഢമായി ചിരിച്ചു. വരട്ടെ, നോക്കാം. എന്തായാലും മുൻഷി മാഷിനോട് അതേപ്പറ്റിയൊന്നും ചോദിക്കണ്ട. പറയുന്നതൊക്കെ വെറുതെ കേട്ടിരിക്കുക. നീങ്ങി തുടങ്ങിയ വണ്ടി വർമ്മ ചവിട്ടി നിർത്തി. പിന്നെ ഞാനിവിടെ കൊണ്ടുവിട്ടെന്ന് മാഷിനോട് പറയണ്ട. ഇവിടെ വരെ വന്നിട്ട് വീട്ടിക്കാരതെ പോയെന്നറിഞ്ഞാൽ വിഷമമാകും. അതാ. വണ്ടിയുടെ ഇരമ്പ പാടത്തുനിന്ന് കൊറ്റിക്കൂട്ടങ്ങളെ പറത്തി വഴിയിലേക്ക് തലനീട്ടി കരുത്തുകാട്ടിയ കാട്ടുകമ്പിൻ്റെ തണ്ടൊടിച്ച് മണപ്പിച്ച് ഞാൻ കൈവീശി നടന്നു. ദേവി മഹാത്മ്യം, ജ്ഞാനപ്പാന, സന്താന ഗോപാലം, നാരായണീയം, മുൻഷിമാഷിൻ്റെ മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങൾ പലതും കാലപ്പഴക്കത്താൽ മഞ്ഞിച്ചും പൊടിഞ്ഞും തുടങ്ങിയിരുന്നു. എല്ലാം കലണ്ടർ താളുകൊണ്ട് വൃത്തിയായി പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. ചിലത് പുതുതായി ബൈൻഡ് ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതോ ഘട്ടത്തിൽ കാലം മരവിച്ചു നിന്ന പോലൊരു വീടായിരുന്നു അത്. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് മാറാനുള്ള ശ്രമത്തിനിടെ ശ്വാസം നിലച്ചു പോയതുപോലെ. വീടിൻ്റെ ഒരു ഭാഗം മച്ചും ബാക്കി വാർക്കയും. നടുഭിത്തി പൊളിച്ചു തുടങ്ങിയത് അതേപടി കിടക്കുന്നു. അടർന്ന തൊക്കിനിടയിലൂടെ തെളിയുന്ന മാംസച്ചമപ്പ് പോലെ ചുമരിലെ ഇഷ്ടികകൾ. മുൻവശത്തിരുന്നാൽ കാണാവുന്ന അകത്തെ മുറിയിലെ ചുമരിൻ്റെ പകുതി ചായമടിച്ചിട്ടുണ്ട്. അതിൽ പാതി പൂർത്തിയായൊരു ചിത്രം. വലിയൊരു മരത്തിന് ചുവട്ടിൽ നിന്ന് മേഘങ്ങളിലേക്ക് നോക്കി കൈകൂപ്പുന്ന സ്ത്രീ. കടവരാന്തകളിലും ചുമരുകളിലും ചിത്രം വരച്ചു നടക്കുന്ന ഏതോ പരദേശി കലാകാരൻ വരച്ചതുപോലുണ്ട്. സ്ത്രീയുടെ ഒരു കാൽ മുട്ടിനടുത്ത് വെച്ച് വരച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു കൈയിലെ വിരലുകളും പൂർണ്ണമല്ല. മുറിയുടെ നിലം പകുതി തറയോടും അതിനപ്പുറം സിമൻറ്റുമാണ്. മാഷിനെ വിളിക്കാൻ അകത്തേക്ക് പോയ സ്ത്രീയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. അരമതിലിരുന്നു മടുത്തപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി. വെട്ടുകല്ലുകൊണ്ട് അതിരിട്ട ദീർഘചതുരമുറ്റത്തിൻ്റെ വരമ്പിൽ നിറയെ ബന്ധിച്ചെടികൾ പൂത്തു നിൽക്കുന്നു. വലത്തെ മൂലയിൽ ഒരു മാവിൻ തൈ പൊട്ടിയ ഓടും ചട്ടിയും നിരത്തി സംരക്ഷിച്ചിരിക്കുന്നു. തെക്കേ മുറ്റത്തിനോട് ചേർന്ന് പറമ്പിൽ കെട്ടിപ്പൊക്കിയ പന്തലിൽ പാവലും പടവലവും നിത്യവഴുതനയും പടർന്നിട്ടുണ്ട്. പക്ഷേ കായകളധികം കാണാനില്ല. ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ നേരത്തെ കണ്ട സ്ത്രീ. അദ്ദേഹം ഇപ്പോൾ വരും. എഴുത്തിനിടയിൽ വിളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. അണപ്പല്ലുകൾ അടർന്ന മോണ വെളിപ്പെടുത്തി അവർ ചിരിക്കാൻ ഒരു ശ്രമം നടത്തി. കാഴ്ച പോയതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടൊരാൾ വീട്ടിലിരുന്ന് എഴുതുകയാണെന്ന് കേട്ടപ്പോൾ അവിശ്വാസം തോന്നി. കയറിയിരുന്നാട്ടെ, ചുക്കുകാപ്പി എടുക്കട്ടെ? വേണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അവർ അകത്തേക്ക് പോകാതെ വീണ് കിടന്ന ഒരു തണുങ്ങും വലിച്ച് പറമ്പിൻ്റെ അതിരിലേക്കാണ് പോയത്. അപരിചിതമായ ഒരു ഭൂപ്രദേശത്ത് ഭാഷയറിയാത്ത മനുഷ്യരുടെ ഇടയിൽ പെട്ടതുപോലെ ഞാൻ വിങ്ങി. മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ വീണ്ടും അരമതിലിൽ കയറിയിരുന്നു. അകത്ത് വാതിൽ കരഞ്ഞു. റബ്ബർ ചെരുപ്പിൻ്റെ പടപട ശബ്ദം. പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആളിൻ്റെ മുഖം ഞാൻ സങ്കല്പിച്ചു നോക്കി. കണ്ണട, നരയോടിയ തല, വാർദ്ധക്യം ചുളുക്കിയ മുഖം, വിഷാദം നിറഞ്ഞ കണ്ണുകൾ, കൂഞ്ഞിയ ചുമൽ. പക്ഷേ മുന്നിൽ വന്നത് സങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു. 6 അടിയോളം നീളം, മുട്ടയടിച്ച തല, വിരിഞ്ഞ മാറ്, ഉയർന്ന മൂക്ക്, ടാർ റോഡിലെ ക്രോസിംഗ് പോലെ നെറ്റിയിൽ 3 ഭസ്മവരകൾ. ആരാ? എന്താ? പരുക്കൻ ശബ്ദം എന്നെ ആക്രമിച്ചു. പരിചയപ്പെടുത്തൽ മുഖത്തെ വിവരണമാക്കി. പണിക്കർ പറഞ്ഞയച്ചതാണോ തന്നെ? അയ്യോ അല്ല, കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ രാമവർമ്മയും പറഞ്ഞു. രാമവർമ്മയുടെ പേര് പറഞ്ഞത് നന്നായി. മുൻഷിമാഷിൻ്റെ മുഖം തെളിഞ്ഞു. താൻ അവിടെ ജോലി ചെയ്യാൻ ഉറപ്പിച്ചോ? ജീവിതം പാഴാക്കാതെ അന്തസ്സുള്ള വേറെ വല്ല പണിക്കും പോകാനേ ഞാൻ പറയൂ. കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കിയായിരുന്നു സംസാരം. 40 വർഷം അവിടെ ജോലി ചെയ്ത ഇയാൾക്കിത് പറയാൻ എന്താ അർഹതയെന്ന് താൻ വിചാരിക്കും. അത് തന്നെയാണ് എൻ്റെ അർഹതയും. തൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? കേശവേന്ദ്രൻ. പേരിൽ ഈശ്വരന് നാമമുള്ളവൻ ചെയ്യേണ്ട പണിയല്ല അത്. എനിക്കൊന്നും മനസ്സിലായില്ല. മുൻഷിമാഷ് മൊട്ടത്തല തടവി എന്നെ തന്നെ തുറച്ചു നോക്കി തെല്ലു നേരമിരുന്നു. പിന്നെ പതിയെ സംസാരിച്ചു. താൻ വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ദേവി ഭാഗവതം പകർത്തി എഴുതുകയായിരുന്നു. എന്തിനാണെന്നറിയാമോ? ചെയ്ത പാപങ്ങൾ തീരാൻ. എൻ്റെ മുഖഭാവം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ? മുൻഷിമാഷ് തിടുക്കത്തിൽ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അകത്ത് അലമാരയും മേശയും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ശബ്ദം. പിന്നാലെ റബ്ബർ ചെരുപ്പിൻ്റെ പടപട. ചത്ത എലിയെ തൂക്കിയെടുക്കുന്നത് പോലെ വിരൽത്തുമ്പിൽ തൂക്കിപ്പിടിച്ച ഒരു വാരിക മാഷ് എനിക്ക് നേരെ എറിഞ്ഞു. സ്കൂൾ പഠനകാലത്ത് മൂത്രപ്പുരയുടെ പിന്നിലിരുന്ന് ആർത്തിയോടെ വായിച്ച ഇളനീർ എന്ന അശ്ലീല വാരികയായിരുന്നു അത്. ഇത് ആരിറക്കുന്നതാണെന്നറിയാമോ? ഇല്ല. പണിക്കർ. ഞാൻ നടുങ്ങി. താനിത് വായിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയാൻ ലജ്ജ തോന്നി. ശിഷ്യനെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിച്ച ട്യൂഷൻ ടീച്ചർ സുധയുടെ കഥ എത്ര കൊതിയോടെയായിരുന്നു ഞങ്ങൾ ആസ്വദിച്ചത്. അയൽപ്പക്കത്തെ ചേച്ചിയുടെ കുളി ഒളിച്ചു കാണുന്ന രമേശിനെ ഒരിക്കൽ കൈയോടെ പിടിക്കുന്നതും അവരൊരുമിച്ച് കുളിക്കുന്നതും വായിച്ച് ഉറങ്ങാതെ കിടന്ന കൗമാരം. ചന്തക്കവലയിൽ താമസിക്കുന്ന മുസ്തഫയാണ് മുണ്ടിനടിയിൽ തിരികെ ഇളനീർ മുടങ്ങാതെ കൊണ്ടുവന്നിരുന്നത്. അവൻ്റെ അരക്കെട്ടിലെ വിയർപ്പിൽ കുതിർന്ന് താളുകൾ പലതും ഇളകി തുടങ്ങിയിരിക്കും.
ഒരു ദിവസം ക്ലാസ്സിൽ പിൻബെഞ്ചിന് കീഴിലൂടെ രഹസ്യമായി കൈമാറുന്നതിനിടെ സത്യനേശൻ മാഷ് കൈയോടെ പൊക്കി. കാരണം പരസ്യമാക്കാതെ ഒരു പീരീഡ് മുഴുവൻ ബെഞ്ചിൽ കയറ്റി നിർത്തി. ക്ലാസ് കഴിഞ്ഞപ്പോൾ വാരിക മാഷ് കൊണ്ടുപോയി. ആളൊഴിഞ്ഞ മുറിയിലിരുന്ന് സത്യനേശൻ മാഷ് അത് രസം പിടിച്ച് വായിക്കുന്നത് കണ്ടെന്ന് മുസ്തഫ ആണയിട്ട് പറഞ്ഞിട്ടും ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് ഇടയ്ക്കിടെ പിൻബെഞ്ചുകാരുടെ ബാഗുകളിൽ മാഷിൻ്റെ പരിശോധന പതിവായിരുന്നു. നിങ്ങളെപ്പോലുള്ള ഞരമ്പ് രോഗികളായ വായനക്കാരുള്ളത് കൊണ്ടാണ് ഇത്തരം സാധനം പടച്ചുവിടുന്നത്. അതിലുള്ളതൊക്കെ സത്യമാണെന്നാണ് വായിക്കുന്നവർ വിചാരിക്കുന്നത്. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് രാത്രിയിൽ നമ്മളെക്കൊണ്ട് പണിക്കർ ഇതിൻ്റെ പ്രൂഫ് വായിപ്പിക്കും. രാവിലെ ദേവി ഭാഗവതവും നാരായണീയവും വായിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവനാ ഞാൻ. എന്നിട്ടും ഇട്ടെറിഞ്ഞേച്ച് പോരാത്തത് നിവൃത്തികേട് കൊണ്ടാണ്. എനിക്ക് വയ്യ. ജോലി നിർത്തുകയെന്ന് പറയുമ്പോൾ ശമ്പളം കൂട്ടിത്തരും. വേറെ ആരെയും ഈ പണി ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. രഹസ്യമല്ലോ. ഇത്തവണ ഞാൻ തീർത്തു പറഞ്ഞു ഇനി പറ്റില്ലെന്ന്. തന്നെ കൊണ്ടും ഇതൊക്കെ ചെയ്യിക്കും. അതാ പറഞ്ഞത് നാണം കെട്ട ജോലിയാണെന്ന്. ചിരി ചതിക്കുന്ന ചങ്ങാതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മാഷിന് നീരസം തോന്നി കാണണം. രാത്രിയായാൽ അവിടെ ഒരു അധോലോക കേന്ദ്രമാണ്. വാരിയെ കൊണ്ടുപോകാൻ രഹസ്യമായി വരുന്ന വണ്ടികൾ. ചിലപ്പോൾ മിന്നൽ പോലെ പോലീസും കയറി വരും. പിന്നെ എല്ലാം വാരിക്കോരി ഒരു പരക്കം പാച്ചില. അതൊക്കെ സദാശിവൻ്റെ ഡ്യൂട്ടിയാണ്. 1-2 തവണ അവനെ പ്രതിയാക്കി കേസും എടുത്തു. ഇളനീരിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തപ്പോൾ പുളിയിഞ്ചി എന്ന പേരിലായി വാരിക. അതും പൂട്ടിച്ചപ്പോൾ മൊഞ്ചത്തി. ഇപ്പോൾ സരസ എന്ന പേര്. നേരത്തെ കണ്ട സ്ത്രീ ചുക്കുകാപ്പിയുമായി വന്നപ്പോൾ മുൻഷി മാഷ് സംഭാഷണം നിർത്തി. ഇതൊന്നും അറിയാതെയാ താനിവിടെ വന്ന് പെട്ടത് അല്ലേ? എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ജോലി വേണ്ടെന്ന് വയ്ക്കുമല്ലേ? ഇറങ്ങുമ്പോൾ മാഷ് ചോദിച്ചു. കുളത്തിൽ പായലെന്ന പോലെ മ്ലാനമായൊരു ചിരി എൻ്റെ ചുണ്ടുകളെ മൂടി. കഥ തുടരും.